പാലാ നഗരസഭയുടെ ഭരണസമിതി അങ്ങനെ അധികാരമേറ്റ് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിലംപതിച്ചു. ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയാണ് ദിയ ബിനുവിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി പാലാ നഗരസഭയിൽ എത്തിയത്. അവിടെ അവിശ്വാസം പാസ്സായി. പാലയിൽ അവിശ്വാസ പ്രമേയം വിജയിച്ചത് പ്രതിപക്ഷത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമല്ല, ഭരണപക്ഷത്തെ കൗൺസിലർമാർ തന്നെ വിപ്പ് ലംഘിച്ച് പ്രതിപക്ഷത്തിനൊപ്പം നിന്നു. അങ്ങനെ UDFന് ഭൂരിപക്ഷമുണ്ടായിരുന്ന നഗരസഭയിൽ LDFിൻ്റെ രാഷ്ട്രീയ വിജയം സാധ്യമായി. പാലാ നഗരസഭയിലെ അവിശ്വാസ പ്രമേയം ഒരു പ്രാദേശിക രാഷ്ട്രീയ സംഭവം മാത്രമാണോ, അതോ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ അസ്ഥിരതയുടെ ഒരു സൂചനയാണ്? ജനങ്ങൾ നൽകിയ ജനവിധിയേക്കാൾ കൗൺസിലർമാരുടെ രാഷ്ട്രീയ കൂറുമാറ്റങ്ങളാണോ ഇനി ഭരണത്തിൻ്റെ ഭാവി തീരുമാനിക്കുക? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസ്ഥിരത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവണതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണോ പാല? വികസനത്തിനും ജനസേവനത്തിനുമായി രൂപീകരിക്കപ്പെട്ട നഗരസഭകളും പഞ്ചായത്തുകളും ഇന്ന് അധികാര പരീക്ഷണശാലകളായി മാറുകയാണോ? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ചുള്ള വലിയ മുന്നറിയിപ്പായി മാറുകയാണോ പാല? സ്വാഗതം പൊതുവേദിയിലേക്ക്. യെസ്, പൊതുവേദിയിൽ എന്നോടൊപ്പം നിറയെ പ്രേക്ഷകർ ചേരുന്നു. ആദ്യം കുഞ്ഞു മുഹമ്മദാണ് കോഴിക്കോട് നിന്ന്. ശ്രീ കുഞ്ഞു മുഹമ്മദ്, ഇത് LDFന് സ്വാധീനമില്ലാത്ത അല്ലെങ്കിൽ ആവശ്യത്തിന് ഭൂരിപക്ഷമില്ലാത്ത ഒരു നഗരസഭയാണ്. അവിടെ അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുന്നു. ഇനി തുടർന്ന് അങ്ങോട്ട് രണ്ടുപേരും ചേർന്ന് ഭരിക്കാം എന്ന നിലപാടിലേക്ക് എത്തുകയാണോ കാര്യങ്ങൾ? നമസ്കാരം സാറേ. നമസ്കാരം. പാലാ നഗരസഭയിൽ മാത്രമല്ല, കേരളം മൊത്തം അവിശ്വാസത്തിലേക്ക് നീങ്ങാം. കാരണം പ്രവാസികളെ പെൻഷൻ കെട്ടി 2 മാസമായി, ഇതുവരെ 2 മാസം പെൻഷൻ കിട്ടിയില്ല, ജനക്കടക്കം. പിന്നെ പറയുന്ന പെണ്ണുങ്ങളെ പൈസ 3 മാസമായി കിട്ടാത്ത 1000 ഉറുപ്പ്യ കൊടുത്ത പെണ്ണുങ്ങളെ നിരാശയിലാണല്ലേ. ഈ പാലായിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും അവിശ്വാസം പ്രമേയം കേരളത്തിൽ മൊത്തം വരാൻ പോവുക. നിങ്ങൾ നോക്കിയിരുന്ന് കണ്ടോളി. അത്രയും ജനങ്ങളുടെ വിവരം കേരളത്തിൽ 2 മാസം കൊണ്ട് എല്ലാ ജനങ്ങൾക്ക് മനസ്സിലായി. ഇത്രയായിരിക്കും അറിയാനുള്ളൂ. ശരി, ദിവാകരൻ കൂടി എന്നോടൊപ്പം തലശ്ശേരിയിൽ നിന്ന് ചേരുന്നു. ശ്രീ ദിവാകരൻ, പാല ദിവാകരന് നൽകുന്ന സന്ദേശം എന്താണ്? സാറേ, പിന്നെ ഓൾ ദ ബെസ്റ്റ് ഫോർ എവർ ലാസ്റ്റ് ലൈഫ്, ഗോഡ് ബ്ലസ് യു. പിന്നെ സാറേ, പിന്നെ എന്താന്ന് പറഞ്ഞാല് കഷ്ടപ്പെട്ടിട്ടാ ഒരു ഭരണം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഗ്രീൻ മാന്റെ കഥ പോലെ ഇവർ പരസ്പര വിരുദ്ധമായിട്ട് അടിയും പിടിയും ഉണ്ടാക്കിയിട്ട് പൊതുജനങ്ങൾക്കും പിന്നെ ഈ നഗരസഭയിൽ ഈ സഭയിലുള്ള കൂട്ടർക്കും എല്ലാവരും ദോഷം വരുന്ന രീതിയിലല്ലേ അത് പിന്നെ പോകുന്നത്. എങ്കിലും ഒന്ന് പഠിക്കണ്ടേ? എന്തെന്നായത് ഒരു ഭരണം കിട്ടിക്കുക, അത് അതിലെ പോരായ്മയും തെറ്റുകളെല്ലാം പിന്നെ യൂണിറ്റി സംഘായിട്ട് എല്ലാം ആലോചിച്ച് ചെയ്തിട്ട് നല്ല നിലയിലെത്തുമെന്നല്ലേ സാറേ ആഗ്രഹിക്കുക. എന്നാ പിന്നെ ഓക്കെ, പിന്നെ വിഷ് യു ഓൾ ദ ബെസ്റ്റ് അഗൈൻ, വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ എവർ ലാസ്റ്റ് ലൈഫ് സാറേ. ഓക്കെ, അപ്പോൾ കിഷോർ കോന്നി എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്, ജയകുമാർ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ശശിധരൻ പിള്ള ചോദിക്കുന്നത് പാലയല്ല കേരളം, അവിടെ വ്യക്തമായ ഭൂരിപക്ഷം ഒരു മുന്നണിക്കും കിട്ടാതിരുന്നത് കൊണ്ടാണ് ഈ അവസ്ഥയുണ്ടായത്. അത് വലിയ സ്തംഭവുമായി ഉയർത്തി കാണിക്കേണ്ടതെന്നുള്ളതാണ്. അതൊരു സംഭവമല്ലേ? നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ പല ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ പലയിടത്തും 3 പാർട്ടികൾ ഉണ്ടല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ ആദ്യം എത്തുന്ന ഒരു ധാരണയിൽ നിന്ന് ഇങ്ങനെ മാറി മറിഞ്ഞ് വരുമ്പോൾ അതൊരു രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിൻ്റെ ഭാഗമാകുമോ എന്ന സംശയം എപ്പോഴും ഉണ്ട്. പൂവർ ദിയ പുളിക്കൻ എന്നാണ് എന്നോട് ഷിജു പറയുന്നത്. അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സുഹൈർ PK ആമേൻ എന്ന് പറയുന്നുണ്ട്. പ്രമോദ് നാണു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് കുറേ കാവ്യ ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. കുഞ്ഞു മുഹമ്മദ് സ്വപ്നം വെറും മലപ്പൊടിക്കാരൻ്റെതാണ് എന്ന് നമ്മുടെ ശ്രീ ശശിധരൻ പറയുന്നു. പങ്കജാക്ഷൻ എനിക്ക് പതിവ് പോലെ ശ്രീ പങ്കജാക്ഷൻ നായർ ചുവന്ന ഹൃദയങ്ങളും ചുവന്ന പൂക്കളും ഒക്കെ അയക്കുന്നു. അപ്പോൾ അതൊക്കെ അതിലേക്കൊക്കെ വരാം. ഞാൻ ശ്രീ രാമചന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാമചന്ദ്രൻ, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ എന്ന പദവിയിൽ വഹിച്ചുകൊണ്ടാണ് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായത്. വലിയ പ്രതീക്ഷയോടെയാണ് നാട് ആ ഒരു നഗരസഭയെ ഉറ്റുനോക്കിയത്. പക്ഷേ പിന്നീട് അവിടെ നിന്ന് കേട്ടത് അത്ര ശുഭകരമല്ലാത്ത വാർത്തകൾ ആണ്. ഇപ്പോഴവിടെ എന്ത് നടക്കുന്നു എന്നത് അത്ര രസകരമായ ഒരു രാഷ്ട്രീയ ചിത്രമല്ല. എന്താണ് ശ്രീ രാമേന്ദ്രൻ പാറശാല ഇത് പറ്റി മനസ്സിലാക്കുന്നത്?
സാർ ഞാൻ രാമചന്ദ്രൻ പാറശാല. സാർ എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത് സംഭവിച്ചത് നേരത്തെ അറിയാമായിരുന്നു. ഒരു കൊച്ചുകുട്ടിയാണ് അവിടെ പിന്നെ നഗരസഭ ചെയർപേഴ്സണായിട്ട് വന്നത്. പിന്നെ ഹലോ സാർ സാർ ആ കൊച്ചല്ല ഭരിച്ചത്, ആ കൊച്ചു പിന്നെ കുടുംബക്കാരാണ് ഭരിച്ചത്, അറിയാമല്ലോ. പക്ഷേ അതിനകത്തുള്ള സമ്പന്നതയെ ഭരിച്ചത് കൊണ്ടാണ് ഇത് ഉണ്ടായത്. നേരെ മറിച്ച് ഒരു സമ്പത്തും ഇല്ലാത്ത ഒരു ഇതേപോലത്തെ ഒരു നേരെ മുൻകാലങ്ങളിൽ സഹായം പറയാം. ഇത് ഒന്നുമില്ല, കാശിനും സമ്പത്തും ഭാര്യയും മക്കളും ഒന്നും ഇല്ലാത്ത ഒരു സഹാവാണിത് ഭരിച്ചിരുന്നെങ്കിൽ ഇവര് ഒരു അവിശ്വാസവും പറയൂല, ഒന്നും ഉണ്ടാവില്ല, ആ ആള് തന്നെ ഭരിക്കും. പക്ഷെ ഇത് കാശിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ഉള്ള ഇതാണ്. എനിക്ക് പറയാൻ ഈ അവിടുത്തെ പാലാക്കാരോട് പറയാനുള്ളത്, അടുത്ത പ്രാവശ്യം ഈ യുവമാരെ ഒരുത്തരെയും തെരഞ്ഞെടുക്കരുത്. അവിടെ നല്ല മനുഷ്യരാണെങ്കിൽ ഇതേപോലെ ഇപ്രാവശ്യം നിൽക്കുന്ന ആരെയും തെരഞ്ഞെടുക്കരുത്. മര്യാദയ്ക്ക് ഒരു നഗരസഭ എത്രയോ ഉദ്യോഗസ്ഥർ കഷ്ടപ്പെട്ട് ഇലക്ഷൻ ഉണ്ടാക്കി ഇതൊക്കെ കാട്ടിക്കൂട്ടി വെച്ച് ഇതൊക്കെ ഉണ്ടാക്കി ഒരു ഇത് ഉണ്ടാക്കിയതിനു ശേഷം പെട്ടെന്ന് അവിശ്വാസം, ഒരു പേപ്പർ എഴുതി അവിശ്വാസം കൊണ്ടുവരിക, ഞങ്ങൾ നിങ്ങളോട് ചേരൂല. ആരോ ഒരാൾ ഈ പറഞ്ഞതുപോലെ കുറെ എന്തൊക്കെയോ കൊണ്ടുവന്നു, എന്തൊക്കെയോ നേടണമെന്ന് വിചാരിച്ചു. അത് നേടാത്ത കാരണം ഇതിപ്പോ കുതിരക്കച്ചവടമാണ് സാർ നടക്കുന്നത്. അത് ആ ആളിനെ വിചാരിച്ച കാര്യം കിട്ടാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് പാലയിലുള്ളവരുടെ ഈ ഇപ്രാവശ്യമുള്ള ഈ കൗൺസിലർമാർ ആരെയും അടുത്ത പ്രാവശ്യം തെരഞ്ഞെടുക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, പിന്നെ ഇത് പിന്നെ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ഇതൊക്കെ. ആർക്കും കുറെ ആൾക്കാർക്ക് എന്തൊക്കെയോ നേടിയെടുക്കണം. അതിൽ അഴിമതിയാണ് സാർ. ഇന്നിപ്പോ അങ്ങോട്ട് ഈ 4.5 വർഷം അഴിമതിയാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഇവരെയൊക്കെ പിന്നില് ഒരു വിജിലൻസ് അന്വേഷണം, ഇ ഡി അന്വേഷണം ഒക്കെ ഉണ്ടാകും. ഇന്നത്തെ എല്ലാവരുടെയും പുറകെ ഇ ഡി പോകണമെന്നല്ലേ ഈ കൂറുമാറാനൊക്കെ എന്ത് കിട്ടിയെന്ന് അവർക്ക് മാത്രമേ എൻഡോഴ്സ്മെന്റിന് മാത്രമേ പേടിയുള്ളൂ. ഇവരൊക്കെ ഇനി ഇന്നത്തെ സമ്പാദ്യവും ഇനി ചെയർപേഴ്സണായിട്ട് വരാൻ പോകണം അവരെ സമ്പാദ്യവും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തും. അവരെ ബന്ധുക്കളിൽ എന്തൊക്കെ ഉണ്ടായി, ഇന്നലെ വരെ എന്തുണ്ടായി, നാളെ എന്തുണ്ടാവും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ പല യൂട്യൂബിൽ നമ്മുടെ ഷാജി എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. അപ്പോൾ ഷാജി എന്നോട് പറയുന്നത്, മനു നമ്മുടെ ടീം ജയിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ഫുട്ബോൾ മത്സരം. ഷാജി സ്പെയിനിൻ്റെ ആളായിരുന്നു. അപ്പോൾ ഇവിടെ പോർച്ചുഗൽ, സ്പെയിൻ, അങ്ങനെ അർജൻറ്റീന ഒക്കെ ആയി പലരും ഈ ഫുട്ബോളിൽ പല ചേരികളായി നിന്നിരുന്നില്ല. അപ്പോൾ സ്പെയിനുകാർക്ക് ഇപ്പോൾ സന്തോഷിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും ദുഃഖവും പരിതാപകരവുമായ സാഹചര്യം അർജൻറ്റീനക്കാരുടേതാണ്. പലരുടെയും ദുഃഖപ്പുഴ ഇങ്ങനെ ഒഴുകുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്നോട് ഷിജു ചോദിക്കുന്നത് ന്യൂസ് 18 എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്ന്. അത് കിരൺ ബാബു ആണോ, എം ജി രേണുകയാണോ, മഞ്ജുഷാണോ, രഞ്ജിത്താണോ, അഭിലാഷാണോ എന്നൊക്കെ ചോദിക്കുന്നു. അവരൊക്കെ എൻ്റെ സഹപ്രവർത്തകരാണ്, സുഹൃത്തുക്കൾ ആണ്, അപ്പോൾ സഹപ്രവർത്തകരുമാണ്. അതിൽ ഇനി ബെസ്റ്റ് ഫ്രണ്ട് ആരാന്നൊക്കെ ഞാനിങ്ങനെ പരസ്യമായി പറഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിതെക്കും. ഓക്കെ, അപ്പോൾ ദിവാകരൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായവർ ഒന്ന് പറഞ്ഞു തരണേന്ന്. ഓക്കെ, ശരി. അപ്പോൾ ദിവാകരൻ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് ശ്രീ ശശിധരൻ പിള്ള എന്നോട് പറയുന്നു. അപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭം ചർച്ചാ വിഷയം ആക്കാത്തത് ഞങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ. അത് ഈ ശ്രീ കൃഷ്ണൻകുട്ടിക്ക് എന്താണ് ഇതിലിങ്ങനെ നമ്മളെല്ലാം എല്ലാ സമയത്തും ഒരേ കാര്യം തന്നെ പറയണമെന്നില്ലല്ലോ, കുറേ കാര്യങ്ങൾ മാറി മാറിയും പറയാമല്ലോ. ആ വാർത്ത കൊടുക്കുന്നുണ്ട്. അത് ശ്രീ കൃഷ്ണൻകുട്ടി കാണാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളത് കൊടുക്കുന്നുണ്ട്. അപ്പം മണിമല പറഞ്ഞത് സത്യമാണ്. അപ്പോൾ ഇത് ഇത്രയും നേരം നമ്മൾ ആ വാർത്തയല്ലേ കൊടുത്തുകൊണ്ടിരുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇത് കാണുന്നില്ലേ? ജോൺ എബ്രഹാം പറയുന്നു, ഹലോ മനു, പീപ്പിൾ ആർ ഫെഡ് അപ്പ് ഓഫ് കോൺഗ്രസ് ആൻഡ് ലെഫ്റ്റ് റൂൾ ഇൻ കേരള. BJP സ്റ്റേറ്റ്സ് ഹാവ് ഗോൺ ഫാർ അഹെഡ് ഓഫ് കേരള വിത്ത് ഗുഡ് ക്യാപിറ്റലിസ്റ്റ് മൈൻഡ് സെറ്റ്. കേരള ഡസൻ ഹാവ് എ പ്രോപ്പർ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് വരെ എന്നോട് ജോൺ എബ്രഹാം ജർമ്മനിയിൽ നിന്ന് നമ്മുടെ പൊതുവേദി കാണുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ മാറി മാറിയുള്ള ഭരണം കൊണ്ട് വലിയ നേട്ടമില്ല എന്നാണ് ശ്രീ ജോൺ എബ്രഹാം എന്ന് ജർമ്മനിയിൽ ഇരുന്ന് അദ്ദേഹം കാര്യങ്ങൾ നിരീക്ഷിച്ച് പറയുന്നത്. അപ്പോൾ ഇത്രയും വളരെ സൂക്ഷ്മമായി ജർമ്മനിയിലാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ പ്രവാസികൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായി വരുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയില്ല രാഷ്ട്രീയക്കാർ ഭരണം നടത്തുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ, കക്കാൻ എത്ര കിട്ടും എന്നതാണ് എല്ലാവരും നോക്കുന്നത് എന്നോട് ദിനേശ് പറയുന്നു. ബാബുരാജൻ കാഞ്ഞിരപ്പുഴ പറയുന്നു, വ്യക്തമായ ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് പാലയിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം വേറെ ചിലവർക്ക് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ സുനിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഞാൻ ഇനിയും അതിലേക്കൊക്കെ വരാം. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കൂടിയാണ്. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഞാൻ ഈ വിഷയം ഇന്ന് ഒട്ടനവധി വിഷയങ്ങളുണ്ട്, അത് എടുക്കുന്നതിന് പകരം ഈ വിഷയം എടുത്തത് ഇത് നമ്മുടെ വികസനവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യമാണ്. ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 6-7 മാസമേ ഉള്ളൂ.
ഇത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടു തുടങ്ങിയാൽ നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഈ നിരക്ക് നീങ്ങിയാൽ ഇത് എന്ത് തരത്തിലുള്ളൊരു പരിഹാരം ഇതിന് ഉണ്ടാകും? അല്ലെങ്കിൽ ഇത് സാധാരണ സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണോ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ കാണുന്നത്? ശ്രീ മനു, വളരെ കാലിക പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അധികാര വികേന്ദ്രീകരണം, ജനകീയാസൂത്രണ സംവിധാനം, ഇതൊക്കെ നമ്മുടെ മഹാനായ ഗാന്ധിജിയുടെ വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു എന്ന് താങ്കൾക്കറിയുമല്ലോ. ആ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം. ആ ത്രിതല പഞ്ചായത്തിലൂടെ അധികാര വികേന്ദ്രീകരണത്തിലൂടെ താഴെ തട്ടിലേക്ക് ജനങ്ങളിലേക്ക് നേരിട്ട് അധികാരം ഭരണം എത്തിക്കുന്ന ആ വിശാലമായ കാഴ്ചപ്പാടാണ് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് നമുക്കറിയാം. ശ്രീ മനു, പക്ഷെ എനിക്ക് സത്യത്തിൽ ചിരിയാണ് വരുന്നത്. നമ്മൾ രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യ ഭരണത്തിലേക്ക് വന്നു. ആ പാലയിലെ കാര്യം പറയുമ്പോൾ നമുക്ക് ചിരിയാ വരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു കുടുംബത്തെ ആശ്രയിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ സാഹചര്യം അവിടെ ഉണ്ടായത്? അവിടെ ഉണ്ടായ രാഷ്ട്രീയ ച്യുതിയാണ് അതുകൊണ്ട് ജനങ്ങൾ അവിടെ കുടുംബത്തിലേക്ക് ചിന്തിപ്പിച്ചത്. ഇനി എനിക്ക് തോന്നുന്നു രാജഭരണം വരുമെന്നാണ് തോന്നുന്നത്. ഇപ്പം ഈ ജനാധിപത്യത്തിൽ നിന്ന് മാറി ഇപ്പൊ കുടുംബ ഭരണത്തെ ആശ്രയിക്കേണ്ടി വന്നു രാഷ്ട്രീയ പാർട്ടിക്ക്. ഇനിയിപ്പോ രാജഭരണം വരുമെന്ന്. കാരണം ഏതെങ്കിലും രാജഭരണം ഉണ്ടെങ്കിൽ, രാജാക്കന്മാരുടെ ഫാമിലി ഉണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവരെ തിരക്കിക്കൊണ്ട അവസ്ഥയാണ്. ഞാനും ഒരു രാഷ്ട്രീയക്കാരനാണ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ യുവത്വത്തെയും പ്രായമുള്ളവരെയും ഒന്നും പ്രത്യേകിച്ച് ഇകഴ്ത്തി കാണുന്ന ഒരു കക്ഷിയല്ല. എല്ലാവർക്കും ഈ രാഷ്ട്രീയത്തിൽ അതിന് യുവത്വം അല്ലെങ്കിൽ മുതിർന്നവർ എന്നൊരു വ്യത്യാസമൊന്നുമില്ല. ഗാന്ധിജി, നമ്മുടെ അനശ്വരനായ ഗാന്ധിജി ഏത് പ്രായത്തിലാണ് സഹപ്രവർത്തകരായ അവരുടെ ഫോട്ടോയൊക്കെ ശ്രീ മനു കണ്ടു കാണും. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രായമുള്ള സഹോദരിമാർ അവരോട് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ട് നൂലുനൂർത്ത് ചർക്കയിൽ ആ കുടുംബത്തിലെ വനിതകളോടൊപ്പം ഗാന്ധിജി ആ തോളിൽ കൈയിട്ടുകൊണ്ട് ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന ആ വൃദ്ധനായ മനുഷ്യൻ. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ പ്രായമൊന്നും പ്രശ്നമല്ല. ഏതെങ്കിലും കൊച്ചുകുട്ടികളൊന്നും രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു എന്തൊരു അഭിമാനമായിരുന്നു എന്നറിയാം. അന്ന് നമ്മളൊക്കെ പറഞ്ഞപ്പോൾ പലർക്കും ഉണ്ടായിരുന്നു. രാജ്യത്തെയാണോ ലോകത്തെയാണോ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ. കഴിഞ്ഞ പ്രാവശ്യം ഒരു കോർപ്പറേഷൻ ഭരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ആളിനെ കൊണ്ടുവന്നതിന്റെ സവിശേഷതയൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഇത് പറഞ്ഞെന്താ, രാഷ്ട്രീയത്തിൽ ഇതൊന്നും മൂക്കാതെ പഴുത്താൽ ശ്രീ മനു അതിന് രുചി ഉണ്ടാകില്ല. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. രാഷ്ട്രീയത്തിൽ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. എന്റെ അഭിപ്രായങ്ങളും കലഹങ്ങളും ഒക്കെ ഞാൻ പല മേഖലകളിലും പറയാറുമുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉടനെ നോക്കും, ഏതെങ്കിലും കൂടുതൽ ജാതിയുള്ള, കൂടുതൽ കുടുംബ ബലമുള്ള ഒരാളിനെ കൊണ്ടുവരാൻ തോനെ വോട്ട് കിട്ടും. അതിന് എവിടെയെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടി വിഭിന്നമല്ല. അതിനകത്ത് എല്ലാ പാർട്ടിക്കാരും കൂടുതൽ വോട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു വനിതയെ അവിടെ ഇങ്ങടുത്ത് നിൽക്കുന്ന പെങ്കൊച്ചു കൊള്ളാം. അപ്പൊ അതുവരെ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാരും ഈ നേതാക്കന്മാരുടെ മനസ്സിൽ വരില്ല. അതിന്റെ ഫലമാണ് ഇന്ന് പഞ്ചായത്ത് തലം മുഴുവൻ ജീർണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ടിയല്ല. അതുകൊണ്ടാണ് ഇത് ജനങ്ങൾ വെറുക്കുന്ന അന്തരീക്ഷത്തിലേ വെക്കൊണ്ടിരിക്കുക ഭരണം. കാരണം അപ്പോൾ സമയത്ത് ഇന്ന ജാതിയിലുള്ള ആൾ കൊള്ളാം, ഇന്ന കുടുംബത്തിന് തോന്നെ വോട്ടുണ്ട്. ഈ രീതിയിലാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. അതിന്റെ മൂല്യച്യുതി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ അശാസ്ത്രീയമായിട്ട് ആണ് മണ്ണിൽ കുഴിച്ചുമൂടിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ വികസനങ്ങൾ നടക്കുന്നില്ല. രാഷ്ട്രീയ പാരമ്പര്യമുള്ളവർ ത്രിതല പഞ്ചായത്തിൽ വരുന്നതേ ഇല്ല. അപൂർവമായിട്ട് ചില നേതാക്കൾ വരുമെന്നുള്ളതല്ലാതെ അങ്ങനെ വരുന്നതേ ഇല്ല. ഇതൊക്കെ വളരെ ഒരു കാലിക ഇത്രയെങ്കിലും എനിക്ക് പറയാൻ സാധിച്ചത് സന്തോഷമുണ്ട്. കാരണം വളരെ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാ സംവിധാനവും ഉണ്ട് നമ്മുടെ രാജ്യത്ത്. ഈ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭരണ പ്രക്രിയ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിലെല്ലാം കടന്നുകൂടിയിരിക്കുന്നത് ജീർണതയാണ്. ഈ വീതം വെപ്പും കാലുമാറലും കുറെ കുടുംബശ്രീകളും എല്ലാം ഒരു ഗുണമില്ലാതെ കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെത് മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആസൂത്രണം ഒരു മേഖലയിൽ നടക്കുന്നില്ല ശ്രീ മനു. അതാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അത് വളരെ 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 ശ്രദ്ധേയമായ ഒരു അഭിപ്രായമാണ്. പലപ്പോഴും ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ചിലപ്പോൾ സമുദായങ്ങളെയാണ് പ്രധാനമായി നോക്കുന്നത്. സാമുദായിക ശക്തി ഉണ്ടോ എന്ന് നോക്കും, സാമ്പത്തിക ശക്തി ഉണ്ടോ എന്ന് നോക്കുന്നവരുണ്ട്. പിന്നെ ഏതെങ്കിലും ഇത്തരം കുറുക്കു വഴികളിൽ പെട്ടെന്ന് ഒരു പുതുമുഖത്തെ അവതരിപ്പിച്ചോ അല്ലെങ്കിൽ ഒരു പ്രായം കുറഞ്ഞ ആളെന്ന തരത്തിലൊക്കെ അവതരിപ്പിച്ച് ഏതെങ്കിലും തരത്തിൽ ഇത് തട്ടിയെടുക്കാൻ അല്ലെങ്കിൽ വിജയിച്ച് കയറാനൊക്കെയുള്ള കുറുക്കു വഴികൾ നോക്കുന്നതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ യുവാക്കൾ വരുന്നതിന് ആരും എതിരല്ല, യുവാക്കൾ വരികയും വേണം. പക്ഷേ അത് ആ നിലയ്ക്ക് പ്രവർത്തിച്ച് പാരമ്പര്യമൊക്കെ ഉള്ള ആളുകളുടെ പിന്തുണയോടുകൂടി അവരെയും കൂടി ഇതിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതൊക്കെ ആണ് വരേണ്ടത്. അപ്പോൾ ഷിജു എന്നോട് പറയുന്നത് ആര്യ രാജേന്ദ്രൻ വാസ് സോ ലക്കി ഷീ കുഡ് കംപ്ലീറ്റ് 5 years എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ സന്തോഷ് പരിപ്പായി എന്നോട് പറയുന്നത് രാഷ്ട്രീയത്തിൽ അണികൾ മാത്രമേ കഴുതുകളായുള്ളൂ, അധികാരമോഹികളായ നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടാണ്, അവർക്ക് ഈ ധാർമ്മികതയൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ
അപ്പോൾ വാർത്ത കൊടുക്കണോ എന്നല്ല ചോദിച്ചത്, എന്തുകൊണ്ട് പൊതുവേദി ചർച്ച ചെയ്യുന്നില്ലെന്ന്. നീ എൻ്റെ ശ്രീ കൃഷ്ണൻകുട്ടി എല്ലാ വിഷയങ്ങളും പൊതുവേദി ചർച്ച ചെയ്യണമെന്നില്ല. ഇപ്പോൾ ചില BJP-ക്കാരുടെ ആവശ്യം മറ്റേ കള്ളൻ വിജയൻ എന്ന ദേശാഭിമാനി ലേഖനം ചർച്ച ചെയ്യണമെന്നാണ്. അങ്ങയുടെ അഭിപ്രായം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ചർച്ച ചെയ്യണമെന്നാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാകും. അപ്പോൾ നമുക്ക് പല സമയത്ത് ചർച്ചയുണ്ട്. എല്ലാം പൊതുവേദി ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം എല്ലാ വിഷയങ്ങളും എന്തുകൊണ്ട് പൊതുവേദി ചർച്ച ചെയ്ത വിഷയം തന്നെ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുക, വൈകുന്നേരം 5 മണിക്ക് വേറെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്യും. അപ്പോൾ ഞാൻ വേറൊരു വിഷയം എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടിക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. അത് നമുക്ക് എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റില്ല. അങ്ങേക്ക് ഇതിൽ അഭിപ്രായം പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഞാനിപ്പോൾ ആ വിഷയം നമ്മൾ അങ്ങനെ കാണാതിരിക്കുന്നൊന്നുമില്ല. നമ്മൾ വാർത്തയായിട്ട് മുഴുവൻ സമയം കൊടുക്കുന്നത് പിന്നെ ചർച്ചയും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച പ്രതിയെ കേരള പോലീസിൻ്റെ കഴിവുകേട് കൊണ്ട് വെറുതെ വിട്ടു, എത്ര കിട്ടി എന്നാണ് ചോദിക്കുന്നത്. അത് വളരെ വളരെ ഗുരുതരമായൊരു വീഴ്ചയാണ്. നമ്മളെ ഇവിടെ എത്രയും ബുദ്ധിമുട്ടി ഒരു പ്രതിയെ പിടിക്കുക, അതും എത്രയോ മാസങ്ങൾക്ക് ശേഷം. ഒടുവിൽ അത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ അത് ഒഴിവായി പോകുന്ന സാഹചര്യം. അപ്പോൾ മനു, ഗുഡ് ഈവനിങ് എന്ന് എന്നോട് ശ്രീ മിനി ടീച്ചർ പറയുന്നു. മിനി ടീച്ചർക്ക് എനിക്ക് വളരെ ഒരു സന്തോഷ വാർത്ത തരാനുണ്ട്. നമ്മുടെ പൊതുവേദി പ്രേക്ഷകർ കൂടി അറിയേണ്ട ഒരു സന്തോഷ വാർത്തയാണെന്നാണ് ചോദിക്കുന്നത്. ടീച്ചറുടെ മകൾ അനഘയുടെ, നമ്മുടെ പൊതുവേദി പ്രേക്ഷകയാണ് അനഘയും, അനഘയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് പൊതുവേദി പ്രേക്ഷകരുടെ ഒരു പ്രതിനിധി എന്നതിൽ ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അപ്പോൾ നല്ല ഒരു വിവാഹ ചടങ്ങിലേക്ക് നമുക്കൊക്കെ ക്ഷണം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ അനഘ വിവാഹിതയാകുന്നു, മാരേജ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഡേറ്റൊക്കെ നമ്മുടെ പൊതുവേദിയിൽ വിളിക്കുമ്പോൾ ടീച്ചർ പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻകുട്ടി പറയുന്നത്, ഞാൻ പൊതുവേദിയിൽ വന്നത് തന്നെ ന്യൂസ് 18 PV അൻവറെ പൊക്കി നടക്കുന്നത് അമിതമായി എന്ന് കണ്ടപ്പോഴാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ തോന്നിയോ ശ്രീ കൃഷ്ണൻകുട്ടിക്ക്? അപ്പോൾ അത് ഓരോ സാഹചര്യങ്ങളിൽ വരുമ്പോൾ PV അൻവർ അന്ന് വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു ഇടതുപക്ഷ MLA വരുന്നു, ആ പക്ഷത്തിനെതിരെ തന്നെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ അത് സ്വാഭാവികമായി വാർത്തയാവും. അങ്ങനെ ആ വാർത്ത നൽകാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാ വാർത്തകളും നമ്മൾ അതുപോലെ തന്നെയാണ് നൽകുന്നത്. അപ്പോൾ ജയകുമാർ എന്നോട് പറയുന്നു, കള്ളൻ വിജയനാണ് ചർച്ചയ്ക്ക് എടുക്കേണ്ടിയിരുന്നത്, അതെന്താ വിട്ടുകളഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു പൊതുവേദിയല്ലേ ഉള്ളൂ, നമുക്ക് എല്ലാ വിഷയങ്ങളും എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ജയകുമാറിൻ്റെ ആവശ്യം കള്ളൻ വിജയൻ എടുക്കണമെന്നാണ്. അതേസമയം ശ്രീ കൃഷ്ണൻകുട്ടിയുടെ ആവശ്യം കോക്രോച്ച് പാർട്ടി എടുക്കണമെന്നാണ്. അപ്പോൾ പുളിക്കൻ ഫാമിലി ബോണ്ട്സ് വിത്ത് സുരേഷ് ഗോപി ലീഡ്സ് ടു ദ ഡിക്ലൈൻ, ദാറ്റ് ഈസ് വാട്ട് ഐ ഹേർഡ് എന്നാണ്. ഓക്കെ പറയുന്നത്. ഞങ്ങളുടെ വിശ്വാസം അധികാരം ഉപയോഗിച്ച് കളിക്കുന്ന കളി കാണാൻ ജനങ്ങൾക്ക് കഴിയും എന്നൊക്കെ എന്നോട് വേലായുധൻ ചെനക്കൽ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീ വേലായുധൻ ചെനക്കൽ നമ്മുടെ പൊതുവേദി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സന്തോഷം. അപ്പോൾ ഗോമാതാജി എത്തിയിട്ടുണ്ട്. ഞാൻ ഗോമാതാജിയിലേക്കൊക്കെ വരാം, കുറച്ചൊരു സമയം എനിക്ക് വേണം. കാരണം ബിജു കാഞ്ഞിരപ്പള്ളി കുറച്ചു നേരമായി കാത്തിരിക്കുന്നു. ശ്രീ ബിജു കരുനാഗപ്പള്ളി എന്നാണ്. കരുനാഗപ്പള്ളി. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ കുറച്ചു ദിവസത്തേക്ക് മുമ്പ് ഒരു കണ്ണ് കാണാത്ത ഭാര്യയും 2 മക്കളും ഒരു തന്തയും കൂടെ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. പഞ്ചായത്തിൽ നിന്നും, അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഇല്ലെങ്കിൽ, പഞ്ചായത്ത് മെമ്പറുടെ പാർട്ടിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ, അതേപോലുള്ള ഒരുപാട് മനുഷ്യർക്ക് സാറേ ഇന്നും വീടും വസ്തുവും കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പൊ ഈ സാർ പറഞ്ഞ ഈ അവിശ്വാസ പ്രമേയത്തെ പറ്റി പറയാമെങ്കിൽ ഇതൊരു ഗ്യാങ് ആണ്. നമ്മുടെ കൃഷ്ണൻകുട്ടി സാർ പറയത്തില്ലയോ, എന്തോ കൃഷ്ണൻകുട്ടി സാർ പറയുന്നത് അങ്ങ് ഡൽഹിയും തിരുവനന്തപുരം മാത്രമല്ല കൃഷ്ണൻകുട്ടി സാറേ, ഇവിടുത്തെ ചർച്ച ഇതേപോലുള്ള കാര്യങ്ങളൊന്നും ആദ്യം ഒന്ന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് സമരം നടത്തുന്ന അതൊരു വേറെ രീതി. പക്ഷെ ഒന്നും കിട്ടാതെ നടക്കുമ്പോഴും ഇവിടെ പണം ഉണ്ടാക്കുന്ന 18 തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ അതൊരു പണം ഉൽപാദന കേന്ദ്രമായി മാറ്റുകയാണ് അല്ലേ പലർക്കും. ഇവർക്ക് ചെയർമാൻമാരെയും പ്രസിഡന്റിനെയും ചെയർപേഴ്സണെയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പം ശ്രീ ബിജു പറഞ്ഞത് ശരിയാ, ഒരു കാര്യത്തിൽ ശരിയാ കേട്ടോ ബിജു. ഞാൻ നോക്കുന്നത് ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിക്കാൻ ഒരാൾ ചെലവാക്കുന്നത് 5-6 ലക്ഷം രൂപയാണെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ഇത് ഇത്രയും ലാഭമില്ലാതെ ഈ 6 ലക്ഷം രൂപയൊക്കെ ചെലവാക്കിയിട്ട് വെറുതെ ഒരു അംഗമായിരിക്കാം. എന്റെ വാർഡിൽ കരുനാഗപ്പള്ളി കുലശേഖരപുരം പഞ്ചായത്തിൽ 11-ാം വാർഡിൽ 30-40 വർഷം കൊണ്ട് ഒരാൾ സ്ഥാനാർത്ഥി മെമ്പറായിപ്പോഴും സമയമാകുമ്പം കള്ളു കൊടുത്താൽ വോട്ട് കിട്ടും. അതാണ് ചാക്ക് കണക്കിന് കള്ള് എന്റെ കണ്ണിൽ. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും മദ്യമൊക്കെ കൊടുത്ത് ഈ വോട്ട് ചെയ്തിട്ട് ആ കിട്ടുന്ന ഈ മെമ്പർ സ്ഥാനം ഇതിന് അത്ര വലിയ ലാഭകരമായ ഒരു കാര്യമാണത്?
ഒരു പഞ്ചായത്ത് ഉണ്ട് അവിടെ. ആ സമയത്ത് BJP-ക്കാർക്ക് സ്ഥാനാർത്ഥി കാണത്തില്ല. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും STP-ക്കാരേ ഉള്ളൂ. STP അവിടെ 2ാം സ്ഥാനത്ത് വരും. വന്നു കഴിയുമ്പം ഇവരെല്ലാം കൂടെ ഒന്നിച്ച് കോൺഗ്രസിനെ ജയിപ്പിക്കും. കാരണം STP വർഗീയ പാർട്ടിയാ, BJP വർഗീയ പാർട്ടിയാ. എന്തെങ്കിലും ചെയ്യണം, സാധാരണക്കാരന് എന്തെങ്കിലും ചെയ്യണോ എന്ന് വെക്കുന്ന ഒരുത്തനെയും ജയിപ്പിക്കത്തില്ല. ഇവര് ഒരു ഗ്യാങ് ആയിക്കൊണ്ട് ഇവർ 2 പാർട്ടിക്കാരാണ് ഈ കേരളം ഭരിക്കേണ്ടതെന്നും അല്ലെ ഇന്ത്യ ഭരിക്കേണ്ടതെന്നും പറഞ്ഞ് നടക്കുക. ഇപ്പൊ ഈ പാർട്ടി സമരം ചെയ്യുന്ന ഈ സമരം ചെയ്യുന്നതിന് അധികാരത്തിന് വേണ്ടിയാ. ഇപ്പം വർഗീയത പറയുന്നതിന് അധികാരത്തിന് വേണ്ടിയാ. ഞാൻ പ്രധാനമന്ത്രിയാവണം, ഞാൻ മുഖ്യമന്ത്രിയാവണം, ഇതേയുള്ള എന്താ? അല്ലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം. ഈ ശിക്ഷൻകുട്ടി എന്ന് പറഞ്ഞ ആള് എപ്പോഴും സാറിനോട് ചോദിക്കുന്നുണ്ടോ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് വേണ്ടി ഒരു ചർച്ച ചെയ്യും സാറേ. എത്ര ഈ പാവപ്പെട്ടവൻ ജോലിക്ക് പോയിട്ട് കറണ്ട് ഇല്ലാതെ തിരിച്ചു വരുന്ന അവസ്ഥയുണ്ട്. ജോലിയില്ല, മഴ പെയ്താൽ ജോലി ഇല്ലാത്തവനുണ്ട്. റേഷൻ കടയിൽ ചെന്ന് തിന്നുന്ന അരി പോലും തിന്നാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ചില റേഷൻ കട നല്ല അരി കാണും, ചില റേഷൻ കട കൊള്ളാത്ത അരി കാണും. അതുപോലും മാറ്റി തിന്നാൻ പറ്റാത്ത അവസ്ഥയുണ്ട് സാറേ ഇന്നത്തെ ഈ നാട്ടിൽ. 1200 രൂപ കിട്ടിയാൽ പണ്ട് 1 ലിറ്റർ പാല് സാറെ വാങ്ങിക്കുന്നത് ഇപ്പൊ 62 രൂപ. ഇപ്പം കുറഞ്ഞ്, എല്ലാത്തിനും കുറഞ്ഞ്. അതായത് 1 ലിറ്റർ വാങ്ങിക്കുന്നവൻ 1/2 ലിറ്ററേ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ വ്യക്തമാണ് താങ്കൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം വ്യക്തമാണ്. അതിൽ കുറേ വളരെ സുപ്രധാനമായ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്നോട് സുനിൽകുമാർ പറയുന്നത് വെറും കള്ളനല്ല, അതുക്കും മേലെയാണ്, അതുകൊണ്ടാണ് ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കാത്തത്. അപ്പോൾ കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നു പൊതുവേദി അത്ര പൊതുവല്ല എന്ന് മനസ്സിലാക്കി, അതാണ് ഞാൻ ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതെനിക്കിഷ്ടപ്പെട്ടു. സാധാരണ പൊതുവല്ലാത്തതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറയും. ഞാൻ പൊതുവാണ് എന്നുള്ളത് കൊണ്ടാണ് പങ്കെടുക്കുന്നത്. നമുക്ക് ഏതൊരു ടെലിവിഷൻ ചാനലിനെയും നിങ്ങൾക്ക് ആരോപണം ഉന്നയിക്കുക, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ്, ഇടതുപക്ഷത്തിൻ്റെ ആളാണ്, വലതുപക്ഷത്തിൻ്റെ ആളാണ്, അല്ലെങ്കിൽ BJP-യുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ആരോപിക്കാം. അതിലൊരു പരിപാടിയെ നിങ്ങൾക്ക് അങ്ങേയറ്റം ആരോപിക്കാം. കാരണം അതിലെ അവതാരകൻ്റെ ഒരു നിലപാട് അതിലെപ്പോഴും മുഴച്ചു നിൽക്കുമല്ലോ. പൊതുവേദിയിൽ അത് പറ്റില്ല. കാരണം പൊതുവേദിയിൽ പൊതുജനങ്ങളാണ് അഭിപ്രായം പറയുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി എത്ര സമയം സംസാരിക്കുന്നു അത്ര സമയം ഞാൻ പോലും ചിലപ്പോൾ പൊതുവേദിയിൽ സംസാരിക്കാറില്ല. അപ്പോൾ പൊതുജനങ്ങളുടെ അഭിപ്രായം മുഴച്ചു നിൽക്കുന്ന പൊതുവേദിയെ പൊതുവല്ല എന്ന് പറയുന്ന ശ്രീ കൃഷ്ണൻകുട്ടിയുടെ നിലപാട് എന്തുകൊണ്ട് പൊതുവായി അംഗീകരിക്കപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗോമാതാജി പറയുന്നു പാല അടുത്ത പ്രാവശ്യം BJP ജയിക്കും, ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി BJP ആണ് ശരിയെന്ന്. മുനമ്പം ഷോൺ ജോർജ് BJP കാരണം സ്റ്റേ ആയിട്ട് ഹൈക്കോടതിയിൽ ഉണ്ട് എന്ന് പറയുന്നു. ഓക്കെ. ശരത്ത് ബാലരാംപുരം എന്നോടൊപ്പം ചേരുന്നു. ശരത്ത്, താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ കാണുന്നുണ്ടെന്നൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ ശരത്ത്. അപ്പോൾ മണിമല ചേട്ടൻ ഇന്ന് ദേഷ്യത്തിലാണെന്ന് സുനിൽ പറയുന്നു. ഓക്കെ. അപ്പോൾ ഷർട്ട് ആൻഡ് കോട്ടിൻ്റെ കളർ കോമ്പിനേഷൻ കലക്കി എന്ന് പറയാം ഗോമാതാജിയുടെ പ്രതികരണം. ഗോമാതാജി എൻ്റെ ഈ ഷർട്ടും കോട്ടും ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഒരു കാര്യം നമ്മൾ പറയാറുണ്ടല്ലോ, ഗോഡ് മെയ്ഡ് മാൻ ടൈലർ മേക്സ് എ ജെൻറ്റിൽമാൻ എന്ന്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാലും ടൈലറാണ് ഒരു ജെൻറ്റിൽമാനെ സൃഷ്ടിക്കുന്നതെന്ന്. അപ്പോൾ കോട്ടിൻ്റെയും ഡ്രസ്സിൻ്റെയൊക്കെ കളറുകൾ ശ്രദ്ധിക്കുന്ന ആളുകളും ഉണ്ട്. കണ്ണൻ എന്നോടൊപ്പം ചേരുന്ന ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ കണ്ണൻ, സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് ഇനി നമുക്ക് കുറച്ച് ചുരുങ്ങിയ വാക്കുകൾ. നമസ്തേ സാർ. നമസ്കാരം സാറേ. ഇന്ന് പാവങ്ങളുടെ പടത്തലവന്റെ മരിച്ചിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. ഞാൻ ഇന്ന് വലിയ ആശയക്കുഴപ്പത്തിലായിരുന്നു ശ്രീ കണ്ണൻ. ഞാൻ ഇന്ന് VS-ന്റെ 1ാം വാർഷികം ഒരു ചർച്ചയാക്കണമെന്നോ അതോ ഇങ്ങനെ പല ആശയങ്ങൾ. അപ്പോൾ അത് പിന്നെ ഞാനത് ഇങ്ങനെ വാർത്തയിൽ വന്നതുകൊണ്ട് പിന്നെ അത് പറയാതിരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അങ്ങ് സൂചിപ്പിച്ചത് കേട്ടോ. VS-ന്റെ 1ാം വാർഷികം അല്ലേ? അതെ സാർ. അത് ഇപ്പൊ നമ്മൾ ഈ CJP പോലുള്ള പാർട്ടികളും ഒരു രാഷ്ട്രീയവും അറിയാതെ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ലഹളം ഉണ്ടാക്കുന്നു. ഇപ്പൊ ഇതിന്റെ പാലായിലെ തന്നെ ആ കുഞ്ഞിന് വല്ലതും അറിയാവോ? അതുപോലെ തന്നെ ഇന്നിപ്പം കോട്ടയം ജില്ല നോക്കിക്കഴിഞ്ഞാൽ ഏത് BJP ആയാലും KM ഇവരെല്ലാം രാഷ്ട്രീയ അല്ലെ ജനങ്ങൾക്ക് സേവിക്കാൻ വേണ്ടിയിട്ടല്ല, സ്വന്തമായി തലമുറകൾക്ക് വേണ്ടി സമ്പത്തുണ്ടാകുക, വനം വെട്ടിപ്പിടിക്കുക. ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ ഇതായിട്ട് പറയുമല്ല, ഞാൻ BJP-കാരനുമല്ല. പക്ഷെ നമ്മുടെ രാഷ്ട്രം ഇന്ന് ഉന്നതയിൽ എവിടെയെങ്കിലും ഒരു ഇന്ത്യൻ പൗരന് എന്തെങ്കിലും ആപത്തുപെട്ടാൽ ഇന്ന് അതിനെ ചോദ്യം ചെയ്യാൻ തന്നെ പേടിയാണ്. കാരണം അതേപോലെ ശക്തനായ ഒരു പ്രധാനമന്ത്രിയാണ്. പക്ഷെ ഇന്ന് വെച്ച് നമ്മുടെ BJP പ്രവർത്തനം നല്ലതാണെന്ന് പറയുന്നില്ല. കാരണം മറ്റുള്ള സംഘടനയിൽ നിന്നും അഴുക്ക് ചാടുമ്പോൾ നേരെ BJP-യിലേക്ക് പോകുന്നു. ഇപ്പൊ നമ്മുടെ പരിസരത്തിൽ ഇപ്പൊ എന്റെ തൊട്ടടുത്ത വാർഡിൽ ഒരു BJP മെമ്പറാണ്, വനിതയാണ്, വനിതാ ബാലൻ എന്ന് പറയും. പക്ഷെ ഇവര് മറ്റു പാർട്ടിക്കാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തോ ഈ വൈരാഗ്യ ബുദ്ധിയൊക്കെ ഒന്ന് ചിരിക്കുക പോലും ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെയാണ് ഇന്ന് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. അല്ലല്ല, 5ാം വാർഡിൽ ഒരു വനിതയാണ്. അവർ ആരെ കണ്ടാലും ഇപ്പൊ പൊതുജനങ്ങൾ എല്ലാം ഏത് പഞ്ചായത്തിലാണ്?
പറവൂർ 5-ാം വാർഡില്. പറവൂർ പഞ്ചായത്തിൽ 5-ാം വാർഡിൽ. അപ്പൊ 5-ാം വാർഡിലെ മെമ്പർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് ചിരിച്ചോളും. ഇങ്ങനെയുള്ളതൊക്കെ ഒരു രാഷ്ട്രീയം മനസ്സിലായി. കാരണത്തിൽ ഇപ്പം BJP-യിൽ വരുന്ന പറഞ്ഞാൽ എല്ലാവരും ഈ അഴിമതി ചെയ്ത് മറ്റുള്ളവരുടെ പാർട്ടിയിൽ നിന്ന് ചാടിപ്പോയി അവരെ പിടിച്ച് ഇതെടുക്കുക. പക്ഷെ എന്നും വെച്ച് നമ്മുടെ ഇപ്പം സമയം അതിക്രമിക്കുന്നത് അത് അങ്ങ് കൺക്ലൂഡ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പൊ വ്യക്തമാണ്. ശരി, അപ്പൊ സന്തോഷ് എന്നോടൊപ്പം കാസർഗോഡ് നിന്നുണ്ട്. ഓക്കെ ശ്രീ സന്തോഷ്, ചുരുങ്ങിയ വാക്കുകളിൽ ഇത് സമയം ഇങ്ങനെ അതിക്രമിക്കുന്ന ആളുകൾ ഇങ്ങനെ വെയിറ്റിംഗിലാണ്. സന്തോഷ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ചുരുങ്ങിയ വാക്കുകളിൽ എല്ലാരും ഇങ്ങനെ നല്ലോണം ഇതടിച്ച് സാറ് ഇത് വായിച്ചോണ്ട് നിൽക്കും. പിന്നെ ലാസ്റ്റ് ഞാനെത്തുമ്പോ എപ്പം ചുരുങ്ങിയ വാക്കാണ്. അതാ സാറ് അല്ല ഞാൻ പറയുന്നത് എപ്പം പറഞ്ഞാലും സാറ് ചുരുങ്ങിയ വാക്ക് ചുരുങ്ങിയ വാക്കുന്നത്. ഞാൻ ഈ ചുരുങ്ങിയ വാക്കെന്ന് പറഞ്ഞാലേ ആളുകൾ കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് ഇത്രയും നിൽക്കുള്ളൂ. സാറില്ല ഇപ്പൊ ചുരുങ്ങിയ വാക്കെന്ന് പറഞ്ഞാൽ സന്തോഷം ഇഷ്ടം പോലെ സംസാരിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇതാണ് നമ്മൾ മലയാളികളുടെ കൊടുത്താ വേണ്ട. ഇതില് എനിക്ക് പറയാനുള്ളത് ഈ പാലയുടെ ഇത് പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പേരിലൊന്നല്ല, വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷങ്ങളുടെ പേരിലാണ് ഇപ്പം അവര് കൂറുമാറിയേക്കുന്നത് അല്ലെ. അത് രാഷ്ട്രീയത്തിന്റെ പേരിലൊന്നുമല്ലോ. ഇപ്പൊ 5 കോൺഗ്രസ്സുകാർക്ക് വിപ്പ് കൊടുത്തു പറഞ്ഞു. അപ്പൊ അവരെ വോട്ട് അവരുടെ ഭാഗത്ത് നിന്നു, LDF-ന്റെ ഭാഗത്ത് നിന്നു. അപ്പൊ അവർക്കെതിരെ എന്തെങ്കിലും അയോഗ്യത വരുമോ? വരേണ്ടതാണ്. തീരുമാനം എടുക്കണ്ടല്ലേ. അപ്പം ഈ ഭരണം കിട്ടിയ പാർട്ടി അതായത് UDF-നെ വിശ്വസിച്ച് ഭൂരിപക്ഷം കൊടുത്ത ആ പാർട്ടികൾ ജനങ്ങളെ വഞ്ചിക്കല്ലേ ചെയ്തത്. അങ്ങനെയല്ലേ ഇപ്പൊ ചെയ്തേക്കുന്നത്. അപ്പം ഈ വിനു പുളിക്കത്തൻ ദിയാ പുളിക്കത്തൻ എന്നുള്ള മറ്റൊരു വോട്ട് കൊടുക്കുമ്പോ അതും ചിന്തിക്കണ്ടേ. ഒരു രാഷ്ട്രീയ അപ്പുറം ഉള്ളപ്പോ ഒരു ഇവരെ ജയിച്ചു കഴിഞ്ഞ് ആർക്ക് പിന്തുണ കൊടുക്കും. ഇപ്പം അവര് ജയിച്ചതിന് ശേഷം അവരുണ്ടെങ്കിലേ ഭരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടല്ല ചെയർപേഴ്സൺ സ്ഥാനമൊക്കെ കിട്ടിയത്. ഇല്ലെങ്കിൽ അറിയില്ല. അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിൽ ഇത് ആ പാർട്ടി വരെയൊക്കെ ഭരിച്ചാണ്. പിന്നെ നേരത്തെ ആള് പറയുന്നുണ്ടായിരുന്നു പ്രവാസി കുഞ്ഞു മുഹമ്മദ് പറയുന്നുണ്ട് പ്രവാസിയുടെ പൈസ ഒന്നും കിട്ടില്ല, അതുകൊണ്ട് ഈ തദ്ദേശ ഭരണങ്ങളെല്ലാം പോകുന്ന പറയുന്നത്. അത് ജനങ്ങള് വോട്ട് ചെയ്ത് തോപ്പിക്കുന്നതോ ജയിപ്പിക്കുന്നതല്ല, വോട്ട് മേടിച്ചതിന് ശേഷം ഇവരുടെ ആ ലാഭത്തിന് വേണ്ടി പോകുന്നതാണ്. ജനങ്ങള് നോക്കിയതല്ലോ. രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കിട്ടി അവരെ അധികാരത്തിലേറുമ്പോ അവർക്ക് തോന്നിയ പോലെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് കയറുന്നു. അതിന് ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ ആ പാർട്ടിയിലുള്ള നേതൃത്വം തന്നെയല്ലേ അവര് അതിന് താക്കീത് കൊടുക്കേണ്ടത്. അയോഗ്യരാക്കണം, അതാണ് വേണ്ടത്. പിന്നെ ഒറ്റ പാർട്ടാ പാർട്ടി എന്തിനാണ് സമരം നടത്തുന്നത്? പാർട്ടാ പാർട്ടി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനാണ് സമരം നടത്തുന്നത്, അല്ലാണ്ട് അധികാരത്തിന് വേണ്ടിയിട്ടല്ല. അതും കൂടി ഓർക്കണം. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ സന്തോഷിന് ആവശ്യത്തിന് സമയം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ശരത്ത് എന്നോട് പറയുന്നത് ശരത്ത് വലിയ ദുഃഖത്തിലാണ്, അർജൻറ്റീന തോറ്റതിൻ്റെ ദുഃഖത്തിലാണ്. അപ്പോൾ കണ്ണീരിങ്ങനെ കൊടുക്കുന്ന സ്മൈലിയൊക്കെ എനിക്ക് അയക്കുന്നുണ്ട്. പോയി സാർ, അർജൻറ്റീന പോയി എന്നാണ് പറയുന്നത്. ഒരു കളിയാവുമ്പോൾ ശരത്തെ ജയിക്കും തോൽക്കും. പക്ഷേ ഈ മത്സരത്തിന് ശേഷം അവിടെ നടന്ന ചില കാര്യങ്ങൾ വളരെ വളരെ ആളുകളെ കായിക സ്നേഹികളെ ദുഃഖിപ്പിക്കുന്നവർ. കാരണം ഇവരെ പിടിച്ച് അടിക്കുന്ന ചില ദൃശ്യങ്ങൾ കണ്ട അതിൻ്റെ കാരണം എന്തോ അവരങ്ങ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ കായിക മത്സരത്തിന് ശേഷം ആ കായിക മത്സരത്തിലെ ടീമിലെ അംഗങ്ങൾ തമ്മിൽ അടിപിടി കൂടുന്നത് ഒരു നല്ലൊരു രീതിയല്ല. കാരണം എല്ലാവിധ അടിപിടികൾക്കും എതിരെ നിൽക്കുന്ന ഒരു മേഖലയാണ് സ്പോർട്സ്. അത് സ്നേഹവും സൗഹാർദ്ദവും പരസ്പര ബഹുമാനവും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ലോക മത്സരം തന്നെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ അവിടെയും ഇതുപോലെ കിടന്ന് അടിപിടി കൂടുന്നത് അത്ര ശരിയായൊരു കാര്യമല്ല. അതാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചത്. ഏതായാലും ശരത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. അർജൻറ്റീന ഇവിടെയും കുറേ നമ്മുടെ ന്യൂസ് 18-ലുണ്ട് കേട്ടോ, അർജൻറ്റീനക്കാരായ ധാരാളം ആളുകൾ വിഷമിച്ചിരിക്കുന്നുണ്ട്. സ്പെയിൻകാർ അവരെ വല്ലാതെ പരിഹസിക്കുന്നും ഉണ്ട്. അപ്പോൾ സർക്കാർ വന്നത് മുതൽ പൊതുവേ ഇത് UDF വിരുദ്ധ വാർത്തകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇതൊരു പക്ഷപാതപരമായ നടപടിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇത് ഓരോരുത്തർക്കും ഇത് ഈ പണ്ട് ഒരു പെരുന്തച്ഛനൊരു കുളം ഉണ്ടാക്കിയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഓരോരുത്തർ നോക്കുമ്പോൾ ഒരാൾ നോക്കുമ്പോൾ ചതുരമായിട്ട് തോന്നും, വേറൊരാൾ നോക്കുമ്പോൾ വട്ടമായിട്ട് തോന്നും, വേറൊരാൾ നോക്കുമ്പോൾ ത്രികോണമായിട്ട് തോന്നും. അങ്ങനെ ഒരു കുളം പെരുന്തച്ഛൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ ആ കുളം പോലെ ആയിരിക്കുകയാണ് ഞാൻ. കാരണം ഓരോരുത്തർ നോക്കുമ്പോൾ ചിലർ നോക്കുമ്പോൾ എന്നെ കോൺഗ്രസ്സുകാരനായിട്ട് കാണുന്നു, ചിലർ നോക്കുമ്പോൾ UDF വിരുദ്ധനായിട്ട്, ശശിധരൻ പിള്ള അതാണ് എഴുതിക്കുന്നത്, ഞാൻ UDF വിരുദ്ധനാണെന്നാണ് പറയും. ചിലർ നോക്കുമ്പോൾ BJP വിരുദ്ധനായിട്ട് തോന്നുന്നു, ചിലർ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റായിട്ട് തോന്നുന്നു. അപ്പോൾ ഇത് നോക്കുന്ന ആളുടെ പ്രശ്നമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ
ഇന്ന് ഏറ്റവും വലിയ സംഭവം ഡൽഹിയിലെ രാജ്യദ്രോഹ സംഭവങ്ങളല്ലേ, അല്ലാതെ പാലാ മുനിസിപ്പാലിറ്റിയിലെ ഒരു പതിവ് സംഭവമല്ലേ എന്നതിനോട് ഡേവിഡ് വിജയ് ചോദിക്കുന്നത്. അത് ചർച്ചയുണ്ട്. എല്ലാ കാര്യങ്ങളും പൊതുവേദിയിൽ തന്നെ ചർച്ച ചെയ്യണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ശരി, തങ്കച്ചൻ എന്നോടൊപ്പം ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, നമസ്കാരം. നമസ്കാരം സാറേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അധികാരം എന്ന് പറഞ്ഞാൽ ഒരു തരം ലഹരിയാണ്. ഈ തങ്കച്ചന്റെ വീട് കോട്ടയത്ത് എവിടെ? പാലയിലോ മറ്റോ ആണോ? അല്ലല്ലോ, നിയോജകമണ്ഡലത്തിലാണ്. പാല നിയോജക മണ്ഡലത്തിലാണ്. അതെ അതെ, തൊട്ടടുത്ത പഞ്ചായത്താണ്. അപ്പൊ ഈ പാലയിൽ എന്താണ് ഈ ഇങ്ങനെ ഒരു തർക്കവും ഈ പ്രശ്നങ്ങളും ഒക്കെ എന്തിന്റെ സൂചനയായാണ് വരുന്നത് ശ്രീ തങ്കച്ചൻ? അങ്ങേക്ക് എന്താ തോന്നുന്നത്? വിഷയം ഉണ്ടാകാൻ കാര്യം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനം നടന്നപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഓട്ടോ സ്റ്റാൻഡ്? ഇല്ല, ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡാണ്. കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ അവർ ബലമായിട്ട് ഡിവൈഎഫ്ഐ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ജില്ലാ സമ്മേളനം നടന്നപ്പോൾ മറ്റേ കൊട്ടാരമറ്റം സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതല്ലേ? അതെ അതെ, അത് ബസ് സ്റ്റാൻഡ്. ഓട്ടോ സ്റ്റാൻഡ് പറഞ്ഞു. ഓക്കെ. സ്റ്റാൻഡ് കഴിഞ്ഞ പ്രാവശ്യം അവർ കെട്ടി അധികാരത്തിന് മുമ്പ് വെച്ച് ചെയ്തു. ഇപ്രാവശ്യം അത് ഡിവൈഎഫ്ഐയുടെ കഴിഞ്ഞ ജില്ലാ സമ്മേളനം നടത്തി കൊടുത്തു. അതിന്റെ വിഷയമാണ് ഇതിനകത്ത് ഏറ്റവും മുന്നിൽ വരുന്നത്. പക്ഷേ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഈ സാമ്പത്തികപരമായി എല്ലാവരും അധികാരത്തിൽ എല്ലാവർക്കും കാശുണ്ടാക്കണം. ഇതിന്റെ പേരിലാണ് ഇവിടെ ഈ അധികാരത്തിന്റെ ഒരു കൈമാറ്റം വരുന്നത്. എനിക്ക് പിന്നെ ചെയർപേഴ്സൺ ആകണം എന്ന രീതിയിൽ വന്നപ്പം കോൺഗ്രസിൽ ഇവിടെ 6 പേരുണ്ടല്ലോ. ഈ കോൺഗ്രസിൽ 6 പേരുണ്ടെങ്കിലും അവർക്കും ഇത് പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. അത് തന്നെ കോൺഗ്രസ്സുകാരി ഒരാൾ അവരെ തോന്നലാടി ജയിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി നല്ല വിജയമുള്ള അവർക്കൊക്കെ അത് അലങ്കാരമായിട്ട്, ഈ അധികാരത്തെ ഒരു അലങ്കാരമായിട്ട് കാണുന്ന ഒരു രീതിയിലാണ് അവർ കാണുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഇത് വരുമ്പോൾ ഇതിനെ എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ബിജെപി കണ്ടവും അവർ 2-3 പേര് ഉണ്ടെങ്കിൽ പോലും അവർക്ക് അധികാരമുണ്ട്. അധികാരത്തിന്റെ ഉങ്ക് കാണിക്കുന്നതാണ് മറ്റുള്ള കോൺഗ്രസ്സുകാർ പറയുന്നത്. എന്നാൽ ഇതിനൊക്കെ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് DCCയും അതുപോലെ KPCC അംഗങ്ങളും പിന്നെ MP-മാരും. സമയം ഇങ്ങനെ കുറെ നീങ്ങുന്നതുകൊണ്ടാണ്. ഏതായാലും അങ്ങ് പറയാൻ ഉദ്ദേശിച്ച കാര്യം വ്യക്തമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ മുരളി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നേരത്തെ നമസ്കാരമെന്ന് എനിക്ക് പറയുന്നുണ്ട്. അപ്പോൾ അനക്കയ്ക്ക് ഇപ്പം എല്ലാ നമ്മുടെ പൊതുവേദി പ്രേക്ഷകരും വിവാഹ മംഗളാശംസകൾ നേരുകയാണ്. അപ്പോൾ ശരത് ബാലരാമപുരം പറയുന്നത് ഹാപ്പി മാരേജ് എന്ന്. സുനിൽ വലിയ എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പൊതുവേദി പ്രേക്ഷകർ ആശംസകൾ നേരുകയാണ്. അയോധ്യയിൽ സംഭാവന കൊള്ള വിഷയത്തിലും പൊതുവേദി തൊട്ടില്ല, അത് നമ്മൾ തിരിച്ചറിയണം സുഹൃത്തുക്കളെ എന്നാണ് പറയുന്നത്. ഞാൻ ഈ ചർച്ചയ്ക്കൊരു വിഷയം എടുക്കുമ്പോൾ അതിൽ 2 ഭാഗമുണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ ചർച്ച എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുക. അപ്പോഴല്ലേ ഒരു വിഭാഗത്തിന് പറയാനുള്ളൂ, മറുവിഭാഗത്തിന് പറയാനുള്ളൂ, ചിലപ്പോൾ മൂന്നാമതൊരു വിഭാഗത്തിന് പറയാനുള്ളതും കേട്ട് നമ്മളൊരു തീരുമാനത്തിലെത്തുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്തൊരു മോഷണം നടന്നു, അതിലൊരു ചർച്ച ചെയ്യാൻ എന്താണുള്ളത്? മോഷ്ടിച്ച ആൾ പ്രതിയാണ്, അതിനപ്പുറത്തേക്ക് അയാൾ നല്ലവനാണ് എന്ന് ഈ അറസ്റ്റ് ചെയ്ത പ്രതികൾ നല്ലയാളാണ് എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? അതുകൊണ്ടാണ് ഈ അത്തരം ക്രിമിനൽ സംഭവങ്ങൾ നമ്മൾ ചർച്ചയ്ക്കെടുക്കുക. അതിപ്പോൾ ഒരു കൊലപാതകം, അതിഭീകരമായ കൊലപാതകമായിരിക്കാം, അതിൽ 2 അഭിപ്രായമില്ല. ആ കൊല ചെയ്ത ആളെ ശിക്ഷിക്കണം, അയാൾക്ക് കർശനമായ ശിക്ഷ നൽകണം എന്നത് ഒരു നിലപാടേ ഉള്ളൂ. ഇപ്പോൾ ചെന്താമരയുടെ വിഷയം വന്നു, അത് ചർച്ചയ്ക്കെടുത്തില്ലെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആരോപിക്കാം. പക്ഷേ അതിൽ ആർക്കെങ്കിലും ചെന്താമരയെ വെറുതെ വിടണം എന്നൊരു നിലപാടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അതിലൊരു ചർച്ചയുടെ ആവശ്യമുണ്ടോ എന്നുള്ളത് അങ്ങനെയാണ്. ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ 2-3 വെർഷൻസ് ഉണ്ടാകണം. അപ്പോൾ കേൾക്കുന്ന ആൾക്കൊരു താല്പര്യവും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് നമ്മളെ എന്തെങ്കിലും എനിക്കൊരു താല്പര്യ വിഷയമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ എന്നോട് ശിവദാസൻ TK പറയുന്നു, നമസ്കാരം സർ, ദ കോൺഗ്രസ് പാർട്ടി ഹാസ് ടേക്കൺ സ്ട്രിക്റ്റ് ആക്ഷൻ അഗേൻസ്റ്റ് ദ കാൻഡിഡേറ്റ് ഹൂ ദേ ഡിസൊബേ ദി ഇൻസ്ട്രക്ഷൻ ഓഫ് ദി പാർട്ടി എന്ന് ശിവദാസൻ TK എന്നോട് പറയുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ കൃഷ്ണൻകുട്ടി പറയുന്നത് കള്ളൻ വിജയൻ എന്ന ടൈറ്റിൽ കൊടുത്തതെങ്കിൽ ചർച്ച ചെയ്യണമെങ്കിൽ അതും ചർച്ചയാക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് പല വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പലരും മറ്റ് പരിപാടികളുണ്ടല്ലോ, അപ്പോൾ മറ്റു പല വിഷയങ്ങൾ എടുക്കുന്നുണ്ട്. ഞാൻ ഈ വിഷയം എടുത്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം ഞാൻ തന്നെ എടുക്കണം എന്ന് കരുതാൻ പാടില്ലല്ലോ. അപ്പോൾ എന്നോട് ഡേറ്റ് നമ്മുടെ മിനി ടീച്ചർ പറയുന്നത് മോളുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. അപ്പോൾ ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്താൽ അറിയിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ സ്കറിയ ചെറുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. സ്കറിയ, നമസ്കാരം. ഇതിനകത്ത് പറയാനുള്ള മനോ, എനിക്ക് ഇച്ചിരി സമയം തരണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇച്ചിരി പഞ്ചായത്തിൽ കുറച്ച് പ്രവർത്തിക്കുന്നുണ്ട്.
ഈ ത്രിതല പഞ്ചായത്ത് നിയമം എന്തിനു വേണ്ടി ഇവിടെ കൊണ്ടുവന്നു അറിയാമോ? ഗാന്ധിജി പറഞ്ഞ പഞ്ചായത്ത് ഗ്രാമസഭകളും പഞ്ചായത്ത് രാജുമായിരുന്നു പറഞ്ഞേ. അതിൽ കുറച്ച് കക്കാനും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും വലിയ വലിയ കെട്ടിടങ്ങൾ പണിയാനും അവർക്ക് മീൻ മേടിക്കാൻ പോകാനും അരി മേടിക്കാൻ പോകാനും ഒരു വണ്ടിയും അതിന് കുറെ സെക്രട്ടറിയും കുറെ ജോലിക്കാരെയും വെക്കുക ചെയ്തേ. അപ്പൊ അവർക്ക് അവിടെ കിട്ടുന്ന ഫണ്ടും കൂടെ ഈ പഞ്ചായത്തുകളിൽ കൊടുത്തിരുന്നെങ്കിൽ പഞ്ചായത്ത് കുറച്ചുകൂടെ വികസന പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയനെ. പഞ്ചായത്തുകളിൽ വാർഡുകളിൽ. അപ്പൊ ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത്? അല്ല ജില്ലാ പഞ്ചായത്ത് 100 മീറ്റർ റോഡ് ടാർ ചെയ്യും, ജില്ലാ പഞ്ചായത്തിന്റെ കെട്ടിടങ്ങൾ അവര് വികസിപ്പിക്കും, അങ്ങനെയൊക്കെയുള്ള കുറെ ഉദ്യോഗസ്ഥന്മാർക്ക് പൈസ കൊടുക്കും. അതല്ലായിരുന്നു ഗാന്ധിജി ഉദ്ദേശിച്ച പഞ്ചായത്ത് രാജ്. പിന്നെ പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞാൽ ഗാന്ധിജി വിഭാവനം ചെയ്തത് ഏറ്റവും താഴെ തട്ടിലെ ജനങ്ങൾ കൂട്ടായിരുന്ന് ആലോചിച്ച് അവരുടെ കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിച്ച്. അത് തന്നെയാണ് പറഞ്ഞത് മനോ. ഈ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എന്തിനു വേണ്ടി കൊണ്ടുവന്നു? അത് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. പഞ്ചായത്ത് മാത്രമേ പാടുണ്ടായിരുന്നുള്ളൂ. അത് ഗ്രാമസഭകൾ വിളിക്കുമ്പോൾ ഇന്ന് ആ ഗ്രാമസഭ നടന്നിട്ട് അതിലെ ഈ ഗ്രാമത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നാളെയും കൂടണമെന്നാണ് ഉണ്ടായിരുന്നത്. ഇവിടെ എങ്ങനെയാണ് ഗ്രാമസഭ കൂടുന്നത്? രാവിലെ 11 മണിക്ക് വരുന്നു, 3-2 ഭൂരിപക്ഷം വേണമെന്ന് പറഞ്ഞു, ആൾക്കാർ വന്നിട്ടില്ല, കുറെ ആൾക്കാരുടെ പേര് എഴുതുന്നു, ഒപ്പിടുന്നു, ഫോറം തയ്ക്കുന്നു, അവരവിടെ കോഴി 5 കോഴിയെ തരും, അതിന് 2.5 കോഴിയുടെ പൈസ അങ്ങോട്ട് അടച്ചാൽ 5 കോഴി ഇങ്ങോട്ട് വരും. അങ്ങനെ കൊടുക്കണ്ട, അങ്ങനെ 2 കോഴിയെ കൊടുത്താൽ മതി. അപ്പൊ ഇതെല്ലാം അഴിമതിയാണ്. പിന്നെ ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഈ വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ മെമ്പർമാർക്കോ ആർക്കോ ഒരു പ്രതിബദ്ധതയില്ല. അവർക്ക് കാശ് മതി. കാരണം ഇവരുടെ ശമ്പളം എത്രയാ? ഒരു പഞ്ചായത്തിൽ ഒരു മെമ്പറുടെ ശമ്പളം 8000 രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ 50,000 രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് കരാർ കൊടുത്താൽ അതിനകത്ത് നിന്ന് ഒരു കരാറുകാരന്റെ അടക്കം ഒരു 10,000 രൂപ കിട്ടും. 40,000 രൂപയുടെ പരിപാടി അവിടെ നടക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഇവര് ഏതൊക്കെ വാർഡുകളിൽ എങ്ങനെയൊക്കെ പരിപാടി നടത്താമോ എന്നാണ് ഇവര് ചെയ്തത്. പിന്നെ പല കാര്യങ്ങളിലും നമ്മുടെ ഈ ദൂർത്ത് പൈസയുടെ അതിപ്രസരണം വന്നതിന്റെ പേരില് ഇവര് പൈസ ഉണ്ടാക്കുക. ഇവിടെ രാഷ്ട്രീയമൊക്കെ പറയും, ഇവര് വൈകുന്നേരം ഒറ്റക്കെട്ട, ഇവരെല്ലാം ഒറ്റക്കെട്ട. നാളെ ഈ എല്ലാവരും ഇത് തന്നെയാണല്ലോ പറയുന്നത്. പുറത്തേക്ക് ഇവരെല്ലാം തർക്കിക്കുന്നു, രാത്രിയാകുമ്പോൾ ഇവരെല്ലാം ഒറ്റ തോളിൽ കൈയിട്ട് ഒറ്റക്കെട്ട. എന്നിട്ട് ഇവര് പറയും രാത്രിക്ക് ഇരുന്നിട്ട് ആലോചിക്കും. നമുക്ക് അതിന് കൃത്യമായിട്ട് പറയാം. ഏരുവേശി പഞ്ചായത്ത് ചെമ്പേരിയില് ഒരു കിണറുണ്ടായിരുന്നു. ചെമ്പേരി ടൗണിന്റെ നടുക്ക് ഏരുവേശി പഞ്ചായത്ത്. ഇത് ശ്രദ്ധിച്ചു കേൾക്കണം മധു. ആ പഞ്ചായത്ത് കിണറ്റിൽ നെയ് പൊങ്ങിയിട്ട് ആ പഞ്ചായത്ത് കിണർ മൂടാൻ തീരുമാനിച്ചു. അത് പള്ളിയുടെ ആയിരുന്നു, ആ ടൗണിലുണ്ടായിരുന്ന. ആ മൂടിയന് വർഷങ്ങൾക്ക് മുമ്പ് ഏരുവേശി പഞ്ചായത്ത്, ഈ ത്രിതല പഞ്ചായത്തൊക്കെ വരുന്നതിനിപ്പുറം ആ മൂടിയ പഞ്ചായത്ത് ആ കിണറിന് എത്ര പൈസ മേടിച്ചെന്നറിയോ? അതുപോലെ നടുവിൽ കുത്താത്ത കിണറ് കുത്തിയെന്നും അത് മൂടിയെന്നും പറഞ്ഞ് പൈസ മേടിച്ച ചരിത്രങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ പൈസയാണ് വിഷയം. അപ്പൊ ഞാനിത് അങ്ങ് കഥ പറഞ്ഞപ്പോ ഞാൻ നമ്മുടെ പഴയ ഒരു സിനിമയുണ്ടല്ലോ പഞ്ചവടിപ്പാലം, നമ്മുടെ ഭരത് ഗോപിയൊക്കെ അഭിനയിച്ച KG ജോർജ് സംവിധാനം ചെയ്ത സിനിമ ഇങ്ങനെ ഓർത്തു പോവുകയാണ്. അദ്ദേഹം ഇത് എത്രയോ മുമ്പ് കണ്ടുവല്ലോ ഇതാണ് നടക്കണേന്ന്. അതാ ഇത് നടക്കുന്ന അതാണല്ലോ പണ്ട് എഴുതിയേ. പണ്ട് പാട്ട് എഴുതിയിട്ടുണ്ടല്ലോ മനു. മരം ചാടി നടന്നൊരു കുരങ്ങൻ, ആ പാട്ടൊക്കെ പാടിയിട്ടില്ലേ? അങ്ങനെ എത്രയോ. അപ്പൊ ഈ നമ്മുടെ ഇവിടെ പറ്റി തന്നെ എന്ന് ചോദിച്ചാൽ മനു, നമ്മുടെ ജീവിതശൈലി എല്ലാം മാറി. ആരെ പേടിക്കേണ്ടെന്നായി. ഈടി വന്നാലും ഞങ്ങളെ പിടിക്കണമെന്നായി. നേരത്തെ ആരോ പറഞ്ഞു ഈടിയെ കൊണ്ട് അന്വേഷിക്കും. ഈടി വന്നാലും ഒരു കോപ്പും ചെയ്യുകയാണെന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കറിയാം. അങ്ങനെ ഒരു മെമ്പറിനെ അല്ലെങ്കിൽ ഒരു താഴെക്കടയുള്ള ഒരാളെ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റായ പുള്ളിനെ കൂട്ടാൻ പഞ്ചായത്തിൽ നിന്നും വണ്ടി നമ്മുടെ നികുതിപ്പണം കത്തിച്ച് വന്ന് പുള്ളിയെ ഒരുക്കി പൗഡർ ഇടിയിപ്പിച്ച് കൊണ്ടുപോയാലേ പുള്ളി പഞ്ചായത്തിൽ ചെല്ലുള്ളൂ. മനു കണ്ടിട്ടില്ല പഞ്ചായത്തില്? ഇല്ല, അതിനെ കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കും മനു. ഇല്ലേ? അപ്പൊ ഇതൊന്നും ഇവിടെ നടക്കുകയില്ല. ഇതൊക്കെ നടക്കണമെങ്കിൽ എന്റെ മനു നമ്മൾ മാറണം. നമ്മൾ അഴിമതിക്ക് കൂട്ടു നിൽക്കുകയാണെന്നും നമ്മൾ അഴിമതി നടത്തുകയാണെന്നും ഞാൻ തീരുമാനിച്ചാൽ നടത്തുകയാണ്. സത്യസന്ധമായ കാര്യങ്ങൾ പറയാനുള്ള ആർജവും വേണം. ആരുടെ മുഖത്ത് നോക്കിയും ആരുടാന്ന് ചോദിക്കുമ്പോൾ പോടാന്ന് പറയാനുള്ള തന്റെ ഇടം വേണം. അതില്ല. ഇന്ന് രാഷ്ട്രീയത്തിൽ ജനാധിപത്യം പോയി. അംബേദ്കർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പുള്ളി ഭരണഘടനയെ പറ്റി കളഞ്ഞിട്ട്, ഞാൻ ഭരണഘടനയെ കുറ്റം പറയുന്നില്ല, പുള്ളി കരഞ്ഞോണ്ട് പോയേനെ അംബേദ്കർ. ശരി, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ നിലപാടും അഭിപ്രായവും വളരെ പ്രസക്തവുമാണ്. അപ്പോൾ ശ്രീ മുരളീധരൻ നായർ MN എവിടെയെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അദ്ദേഹം വന്നിട്ടുണ്ട്. ഡൊണാൾഡ് ഡക്കിനെ ഇന്ന് കണ്ടില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ജയ് ശ്രീരാം എന്നോട് പറയുന്നു ഷോൺ ജോർജിന് അഭിനന്ദനങ്ങൾ. വഖഫ് സ്റ്റേ നേടിയതിന് ഹൈക്കോർട്ടിൽ അദ്ദേഹം പ്രവർത്തിച്ചതിന് അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ വഖഫ് ഒരു ചർച്ചാ വിഷയമായി എടുക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ
അപ്പോൾ സുനിൽ എന്തോ എന്നോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അനഘയ്ക്ക് നിരവധി മംഗളാശംസകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ജയകുമാറും മംഗളാശംസകൾ നേരുന്നു. അപ്പം നമ്മുടെ ശ്രീ കൃഷ്ണൻകുട്ടിയെ പോലുള്ളവർ ഇന്ന് സഖാവ് വി എസിൻ്റെ ദിനം എന്ന നിലയിൽ അത് ഓർമ്മിക്കുന്നു. കണ്ണേ കരളെ വി എസ് എ അഭിവാദ്യങ്ങൾ എന്ന് പറയുന്നു. പണ്ട് വി എസ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് എതിരെ നിലപാടെടുത്ത പല ആളുകളും ഇന്ന് വി എസിന് അനുകൂലമായി പ്രസംഗിക്കുന്നത് കാണുമ്പോൾ അന്ന് ആ രാഷ്ട്രീയ ശരി എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ എല്ലാ ആരോപണങ്ങളെയും അതിജീവിച്ച് നിലനിൽക്കും എന്ന് പലർക്കും ബോധ്യപ്പെട്ട് കാണും. അപ്പോൾ ബിജു കരുനാഗപ്പള്ളി പറഞ്ഞത് തിരുവനന്തപുരം കരുനാഗപ്പള്ളിയിലെ 4 BJP മെമ്പർമാരുണ്ട്, BJP സീറ്റ് കൊടുക്കുന്നില്ല എന്നാരാ പറഞ്ഞത്, വിളിച്ച് പറയരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ എന്നോട് ഷാജി പറയുന്നു കരുനാഗപ്പള്ളി തിരുത്തണം, കരുനാഗപ്പള്ളിയിൽ 4 BJP മെമ്പർമാരുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഷാജി അത് തിരുത്തിയതിൽ സന്തോഷം. അപ്പോൾ എന്നോടൊപ്പം ഓക്കെ, നമസ്കാരം മിസ്റ്റർ മനു, ഞങ്ങൾ ഇന്നും പൊതുവേദിയിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ എന്ന് ശ്രീ സദാശിവൻ നായർ എന്നോട് 5324 എന്നോട് പറയുന്നു. താങ്ക് യു. സദാശിവൻ നായറും അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ചേർന്നായിരിക്കും പൊതുവേദി കാണുന്നത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സന്തോഷം. റെജി ആലപ്പുഴയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. റെജി, നമുക്ക് സമയം ആറായതുകൊണ്ടാണ് റെജി കുറച്ച് ചുരുക്കി പറയാമോ? ആദ്യമേ തന്നെ കേരള രാഷ്ട്രീയത്തിന്റെ ശുദ്ധീകരണ പ്രവർത്തനം എന്ന് നാന്ദി കുറിച്ച് എന്റെ വി എസ് എച്ച്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ആ വി എസ് എച്ച് സ്മരണയ്ക്ക് മുമ്പിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ ഞാൻ അർപ്പിച്ചിട്ടുണ്ട്. പാലായിലേക്ക് കടക്കുക. പാലായിലേക്ക് ഇപ്പോ കൈവെള്ള രാഷ്ട്രീയമാണെന്നേ. അവിടുത്തെ കൊച്ചു കൊച്ചു മൗലാനിമാര് ചില അവിശുദ്ധ കൂട്ടുകെട്ടുമൊക്കെ കൊണ്ടുവന്ന് ഈ ജനാധിപത്യ പ്രക്രിയ കൊച്ചു ത്രിതല പഞ്ചായത്തിലേക്ക് ഇത് വികലമാക്കരുത്. ഇപ്പൊ കേരള രാഷ്ട്രീയം നമ്മുടെ വി ഡി സതീശന് ഒരു നല്ലൊരു രാഷ്ട്രീയ ബോധം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അതിന് ഭംഗം വരുത്തുന്ന ഇതുപോലുള്ള വൃത്തികെട്ട നടപടികൾ പോകുന്നു. കോൺഗ്രസ്സുകാരാണെങ്കിലും LDF-കാരാണെങ്കിലും ഈ കേരള രാഷ്ട്രീയം സംശുദ്ധമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതുപോലെ നമ്മുടെ കൃഷ്ണൻകുട്ടി എന്നൊക്കെ പറയുന്ന ആളുകളെ ഞാൻ മാന്യമായി അവരുടെ വിവരണങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ചാത്തന്നൂർ രാധാകൃഷ്ണൻ, അവരെയൊക്കെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. പക്ഷെ പലപ്പോഴും കൃഷ്ണൻകുട്ടി നമ്മുടെ ചിന്തകൾക്ക് അപ്പുറം വരുതി പോകുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം എനിക്കുണ്ട് കേട്ടോ. നമ്മുടെ മണിമലയാണെന്ന് എന്റെ വിശ്വാസമാണോ? നമ്മുടെ പ്രിയപ്പെട്ട മണിമല. അപ്പൊ അദ്ദേഹം അതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളെയൊക്കെ ഞങ്ങൾ ഒരു ആരാധനാ രീതിയിലെ പക്വമായ വർത്തമാനമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കോൺഗ്രസ്സുകാരനാണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ എനിക്ക് ഇഷ്ടപ്പെടുന്നതിൽ ഒരു വൈമുഖ്യമില്ല. ഓക്കെ, ശരി, നാളെ ബാക്കി വിഷയം പറയാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി പറയുന്നത് ഇന്ന് ഞാൻ വിളിക്കുന്നില്ല എന്ന് എന്നോട് പറയുന്നു. എന്നോടല്ല, പൊതുവേ പറയുന്നു വിളിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ സുനിൽ എഴുതിയിരിക്കുക ആ മനു രക്ഷപ്പെട്ടത്. ഓക്കെ, അപ്പോൾ എനിക്ക് ചില അനുമോദനങ്ങൾ ഒക്കെ നൽകിക്കൊണ്ട് നമ്മുടെ ഗീത മേനോൻ എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് അയച്ചിരിക്കുന്നു. ഹലോ മനു, ഗോമാതജി ഓൾവേസ് അപ്രീഷിയേറ്റ് യുവർ ഡ്രസ് കോഡ്. ഐ അപ്രീഷിയേറ്റ് യുവർ എക്സലൻറ്റ് ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ വസ്ത്രവും മറ്റേയാൾ എൻ്റെ പ്രതികരണവും ആറ്റിറ്റ്യൂഡുമാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഐ എം നോട്ട് വെരി ഇൻഫർമേറ്റീവ് അബൌട്ട് ടുഡേയ്സ് ടോപ്പിക്. ഐ ഷാൽ ലിസൺ ടുഡേ. കുഡ് യു പ്ലീസ് ടേക്ക് അപ്പ് ദി CJP ഇഷ്യൂ എന്നാണ്. വെരി വെൽ, നമുക്കൊരു ദിവസം CJPയും ചർച്ച ചെയ്യാം. അതും ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ശ്രീ കൃഷ്ണൻകുട്ടി വരില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയരുത് കൃഷ്ണൻകുട്ടി ചേട്ടാ, അങ്ങ് വന്ന് ഈ ഇതൊന്ന് ശത്രുക്കൾക്ക് മറുപടി നൽകണം. ഇംഗ്ലീഷിലാണ് ഇത് മലയാളം അടിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് വായിക്കാൻ കേട്ടോ. ശത്രുക്കൾക്ക് മറുപടി നൽകണം എന്ന് നമ്മുടെ ഷിജു പറയുന്നുണ്ട്. അപ്പോൾ എന്നോടൊപ്പം ഡൊണാൾഡ് ഡക്ക് എവിടെ എന്ന് ഞാൻ ചോദിച്ചല്ലോ. അപ്പോൾ ഡൊണാൾഡ് ഡക്ക് അവിടെ നിന്ന് ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. ചുവന്ന ഹൃദയങ്ങൾ. ഡൊണാൾഡ് ഡക്കിനെയൊക്കെ ഞാൻ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കും. ചിലപ്പോഴൊക്കെ എന്നെ വിമർശിക്കുന്ന ആളുകളാണെങ്കിൽ കൂടിയും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ വിഷയം ന്യൂസ് 18 ഒഴിവാക്കുന്നതിൽ അവരുടെ സങ്കുചിത രാഷ്ട്രീയമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം ന്യൂസ് 18ലും അങ്ങ് കാണുന്നുണ്ട് എന്നുകൂടി അങ്ങ് തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ള. അങ്ങയുടെ സങ്കുചിത നിലപാട് ഒന്ന് അവസാനിപ്പിക്കണം. അശോകൻ കൊല്ലം എന്ന് എന്നോടിപ്പം ചേരുന്നു. ശ്രീ അശോകൻ. ഹലോ, നമസ്കാരം. സാറേ, ഈ പഞ്ചായത്തിന്റെ ഈ ജനകീയ ആസൂത്രണവും അധികാര വികേന്ദ്രീകരണവും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞപ്പോ ഈ നേരത്തെ പലരും പറഞ്ഞതാണ്, രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ദീർഘകാല പാരമ്പര്യമുള്ള ആളുകളെ എല്ലാം ഒഴിവാക്കിയിട്ട് ആ ഇലക്ഷൻ ടൈമിൽ ആരെങ്കിലും പിള്ളേരെയോ അല്ലെങ്കിൽ നേതാക്കന്മാരോ ഭാര്യമാര് സമുദായ ശക്തി അതെ അതൊക്കെ നോക്കി ഇങ്ങനെ വരുന്നുണ്ടേ ഈ പഞ്ചായത്ത് ഭരണത്തിന്റെ ആ ഗൗരവം തന്നെ നഷ്ടപ്പെടുന്നു. അപ്പൊ ഒന്ന് രാഷ്ട്രീയ ഇവരുടെ
അപക്വമായ ഒരു ലീഡർഷിപ്പ് കുറഞ്ഞ പ്രായമൊക്കെ ആയതുകൊണ്ട് പാർട്ടി നേതാക്കന്മാര് ഇത് ചെയ്യുക. അങ്ങയുടെ വീട് എവിടെയാണ്? ഈ കൊല്ലത്ത് എവിടെയാണ്? കൊല്ലം മൺട്രോത്തുരുത്ത് എന്ന് പറയും സാറേ. മൺട്രോത്തുരുത്തിലാണ്? അതെ അതെ. നല്ല മനോഹരമായ സ്ഥലമല്ലേ? ആ സ്ഥലത്തിന് കുഴപ്പമില്ല, ആളുകൾക്കേ ഉള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. അവിടെ നല്ല ആളുകളാണ്, എല്ലായിടത്തും നല്ല ആളുകൾ. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാ സാറേ. ആണോ? അപ്പൊ അങ്ങ് നമുക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. അപ്പൊ അതുപോലെ കാണാറുണ്ട്, വിളിക്കാറുണ്ട്. ഒരു പ്രാവശ്യം കിട്ടി, പിന്നെ കിട്ടിയിട്ടില്ല. ആണോ? സാരമില്ല. അപ്പൊ സാറേ, ഈ പഞ്ചായത്തിന്റെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഇതാണ്. ഒന്ന്, ഈ വനിതാ സംവരണം എന്ന് പറയുമ്പോൾ നമ്മൾ സംവരണം എന്നല്ല, പൊതുരംഗത്ത് അതിന് മതിയായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പൊതുരംഗത്തിറങ്ങിയ വനിതകളില്ല. അപ്പം ഈ നേതാക്കന്മാരുടെ കെയർ ഓഫിലോ അന്നേരം ആരെങ്കിലും തട്ടിക്കൂട്ടിക്കൊണ്ടുവരിക. പിന്നെ അല്ലാതുള്ള ജനങ്ങളിനകത്ത് വരുമ്പോൾ ഈ കൊച്ചുപിള്ളേരാകുമ്പോൾ അവർ നല്ലതും ചെയ്തിട്ടില്ല, ചീത്തയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്കൊരു ക്ലീൻ ഇമേജ് എന്ന് പറയാം. പക്ഷെ അവരുടെ പ്രവർത്തനത്തിൽ 5 വർഷം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പരിചയപ്പെട്ട് വരുമ്പോൾ നെക്സ്റ്റ് അടുത്ത പ്രാവശ്യം ഈ വാർഡ് അങ്ങ് മാറുകയാണ്. പല വാർഡ് ജനറൽ ആവുന്നു, ജനറൽ SSC ആവുന്നു, അങ്ങനെ മാറി മാറി ഷിഫ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ പല ആളുകളും ഇപ്പൊ ഈ വാർഡിൽ, എന്നോട് ഒരാൾ പറഞ്ഞു, വാർഡിൽ പലരും ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വാർഡ് ഇത്തവണ കിട്ടിയാൽ പിന്നെ അടുത്ത തവണ ആ വാർഡിൽ സാധ്യത ഉണ്ടാവില്ല. സാറേ, ഈ 5 വർഷത്തിൽ ഇത് ഷഫിൾ ചെയ്ത് മാറ്റുന്ന അതൊരു അശാസ്ത്രീയമായ ഒരെണ്ണമാണ്. അതോടുകൂടി ആ വാർഡ് കൈവിട്ട് പോവുക. അപ്പൊ പണിയെടുക്കേണ്ടെന്ന് പലർക്കും തോന്നുന്നു. അങ്ങനെയുണ്ട്. പിന്നെ ഈ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പഞ്ചായത്തിന്റെ ഒരു സ്വാധീനം ഇപ്പോൾ ആയിട്ടുണ്ട് ഈ വികേന്ദ്രീകരണമെന്നും പറഞ്ഞു. പക്ഷെ അത് എത്ര ഗുണം ചെയ്യുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇതിന്റെ പഞ്ചായത്തിലെ മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഇതൊക്കെ മറ്റ് ബാഹ്യ സ്വാധീനങ്ങളാണ് തീരുമാനങ്ങൾക്ക് എപ്പോഴും ആധാരമായിട്ടുള്ളത്. ശരി, വ്യക്തമാണ് താങ്കളുടെ നിലപാട്. അപ്പൊ ഏതായാലും കുറെ നാളുകൾക്ക് ശേഷം വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഇപ്പൊ കിട്ടിയല്ലോ, അപ്പൊ സന്തോഷം. അപ്പൊ നമ്മുടെ മൺട്രോത്തുരുത്തിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമുക്ക് ആശംസകളൊക്കെ അറിയിക്കാം. അവിടുന്ന് എനിക്ക് തോന്നുന്നു ശ്രീ അശോകൻ മാത്രമേ മൺട്രോത്തുരുത്ത് ഇതുവരെ വിളിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, നേരത്തെ ഞാൻ വിളിച്ചപ്പം കൊല്ലം എന്നാ പറയുന്നത്. ഈ മൺട്രോത്തുരുത്ത് പറയാൻ പുതിയ അറിയപ്പെടുത്തില്ല, അതുകൊണ്ട് കൊല്ലം എന്നങ്ങ് പറയും. ശരി, ഓക്കെ, ശരി സാർ, ഓക്കെ. അപ്പോൾ കൃഷ്ണൻകുട്ടി പറയുന്ന ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം ന്യൂസ് 18 ഒഴിവാക്കി എന്ന് പറയുന്നു. അപ്പോൾ മുരളി പറയുന്നത് കോൺഗ്രസിൻ്റെ ആ കള്ളനാടകം എന്തിനാണ് ലോകം കാണുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇതിപ്പോൾ ഞാൻ വലിയ പ്രതിസന്ധിയിലാണ്. ഹലോ മനു സാർ, പാലായിൽ വലിയ കുഴപ്പമില്ലാത്ത ഭരണം പോവുകയായിരുന്നു. പക്ഷേ ചില കാലുവാരികൾ ഒപ്പിച്ച നെറികെട്ട രാഷ്ട്രീയം കളിച്ചതാണ് അവിടെ പ്രശ്നം പറ്റിയെന്ന് പറയുന്നു. അയോധ്യ കൊള്ളയെക്കുറിച്ച് പൊതുവേദിയിൽ ചർച്ച ചെയ്യാൻ പാടില്ല, ശബരിമലയെക്കുറിച്ച് പലതവണ ചർച്ച ചെയ്യാം, ഇത് ഇരട്ടത്താപ്പല്ലേ എന്നാണ് പറയുന്നത്. അയോധ്യ കൊള്ളയും ശബരിമല കൊള്ളയിലും 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. അയോധ്യയിൽ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് അതിൽ പ്രതിയായാൽ സ്വാഭാവികമായും നമുക്കത് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. ശബരിമലയിൽ അതാണ് സംഭവിച്ചത്. ഏതെങ്കിലും ഒരാൾ വന്ന് അവിടുത്തെ ഒരു ആൾ അത് മോട്ടിച്ചുകൊണ്ട് പോകുന്നത് പോലെയല്ല അതിൻ്റെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കേസിൽ പ്രതിയാകുന്നത്. അത് തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളും അങ്ങനെ വിചാരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അയോധ്യ പക്ഷേ ചർച്ചയൊന്നും ചെയ്യാതിരുന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മളുടെ പൊതു ചർച്ചയിൽ അതിങ്ങനെ വന്നുപോയി. പക്ഷേ അതിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം പറയാൻ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് അറിഞ്ഞിരുന്നു എന്ന് ചോദിക്കുന്നു. നീറ്റൊക്കെ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്താണ്. നിങ്ങളിത് കാണുന്നില്ലേ? അപ്പോൾ പരീക്ഷ സന്തോഷ് പാരിപ്പൈ താങ്കൾ പറഞ്ഞ 100% ശരിയാണ്. ശബരിമലയിൽ CPMൻ്റെ മൈക്കിട്ട് കയറാൻ സ്കോപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ സംഘികളുടെ വിഷയം ചർച്ച ചെയ്യാൻ ന്യൂസ് 18 വിവരം അറിയുമെന്നാണ്. സംഘികളെല്ലാം പേടിച്ച് ന്യൂസ് 18 ഇപ്പോൾ പനി പിടിച്ചിരിക്കുകയാണെന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടി ധരിച്ചു വെച്ചിരിക്കുന്നത്. ഏതായാലും ഡോളോയോ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സദാശിവൻ നായർ പറയുന്നു, വി ബോത്ത് ആർ അപ്രിഷ്യേറ്റിംഗ് നോട്ട് അവർ ഡ്രസ് കോഡ് ബട്ട് യുവർ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നു. അപ്പോൾ സദാശിവൻ നായർ അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പൊതുവേദി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സദാശിവൻ നായർക്ക് എൻ്റെ ഡ്രസ്സും ഇഷ്ടപ്പെട്ടു, എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സദാശിവൻ നായർ. നിങ്ങൾക്ക് 2 പേർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അപ്പോൾ ഗോമാതാജി ഉസ്ബെക്കിസ്ഥാൻ ഇഷ്യൂ എന്താ ചർച്ച ചെയ്യാത്തതെന്ന് ചോദിക്കുന്നത്. നമ്മളിങ്ങനെ ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുക, അതായത് പല വിഷയങ്ങളുണ്ടല്ലോ, അപ്പോൾ എല്ലാം കൂടി പൊതുവേദിക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. ആളുകൾ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് പരാമർശിച്ച് പോകാം. നാളെ നല്ല തേങ്ങാമോഷണം നടന്നാൽ അതായിരിക്കും ചർച്ചാ വിഷയമെങ്കിൽ കള്ളന്മാരായിരിക്കും കഥാപാത്രങ്ങൾ. ഓക്കെ, ശ്രീ പ്രസന്നൻ മാള എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രസന്നൻ, സമയം കഴിഞ്ഞു, ചുരുങ്ങിയ വാക്കുകൾ. നമസ്കാരം സാർ. അതായത് ഈ കാലുമാറ്റം നമ്മുടെ നാട്ടില് നേരത്തെ ഉണ്ട്. ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും പാർലമെന്റ് തൊട്ട് ഇങ്ങേയറ്റം പഞ്ചായത്ത് വരെ പല സ്ഥലങ്ങളിലും നമ്മുടെ മുമ്പ് ലോനപ്പനമ്പാടൻ കാലുമാരി ഭരണന്മാരി ഇതൊക്കെ നമുക്കറിയാലോ. അപ്പൊ
അത് നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ വേറൊരു കാര്യം സാർ നേരത്തെ സൂചിപ്പിച്ചു, 5-6 ലക്ഷം രൂപ ചെലവാക്കുന്ന കാര്യം. അതായത് പ്രോട്ടോകോൾ അനുസരിച്ച് ഇന്ന് പഞ്ചായത്ത് മെമ്പർമാർക്ക് വലിയ അധികാരങ്ങളുണ്ട്. അത് നമുക്ക് സമ്മതിക്കാതെ വയ്യ. അപ്പൊ അവര് ഇങ്ങനെ ചെറിയ രീതിയിൽ വളർന്ന് നേതാവായി സമൂഹത്തിൽ ഉയർന്ന സ്ഥാനങ്ങളും പദവികളൊക്കെ കിട്ടുന്ന ഒരു രീതിയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഈ 5-6 ലക്ഷം ചെലവാക്കാൻ മുതിരുന്നത്. അപ്പൊ അത് അത്രയും വരുമാനം തിരിച്ചുണ്ടോ? അത് ഈ 5-6 ലക്ഷമൊക്കെ ചെലവാക്കിയാൽ 8000 രൂപ മാസം കിട്ടിയാൽ അതുകൊണ്ട് മതിയാവോ വേറെ വന്നാൽ? അല്ല, പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിലും പരോക്ഷമായിട്ട് അത് ഒരു നേട്ടമാണ്. ആൾക്ക് ഇത്തിരി ഇതൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഒരു ഷെയ്ക്കാവുകയാണ്. അത് ഗൾഫിലെ രീതി അനുസരിച്ച് പറഞ്ഞ ഒരു ഷെയ്ക്കാവുകയാണ് ചെറുപ്പത്തിൽ. അപ്പൊ അതാണ് നമ്മുടെ ഈ ഇതില്. പിന്നെ കാലങ്ങളിൽ ഈ കാലുമാറ്റം നമുക്കറിയാലോ, അതുണ്ട്. അതിന് നിയമത്തില് ഒരു പഴുത് ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കാലുമാറുന്ന പ്രവണത അതിൽ നിന്ന് മാറിയാൽ മാത്രമേ ഇതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഷിജു എന്നോട് പറയുന്നത് ടുഡേസ് ഡിബേറ്റ് അശോകൻ റേസ്ഡ് എ വെരി വാല്യുബിൾ പോയിന്റ്. നമ്മുടെ അശോകനെ ഒരു പ്രേക്ഷകൻ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വളരെ നന്നായി എന്നാണ്. ഹ്യൂജ് അപ്രിസിയേഷൻ അശോകൻ, ഐ മീൻ ദ വാർഡ് ഡീലിമിറ്റേഷൻ ഇഷ്യൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അയോധ്യ വിഷയത്തിൽ ശ്രീ മനുവിൻ്റെ ജഡ്ജ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞ് ശബരിമലയിൽ നേതാവ് ഉണ്ടായിരുന്നു, അയോധ്യയിൽ നേതാവ് ഇല്ലത്രയും. അല്ല, അറസ്റ്റിലാവട്ടെ എന്നേ. ഞാൻ അറസ്റ്റിലാവുമ്പോൾ അതൊക്കെ പിടിക്കും. നമ്മൾ ഒന്നാമത്തെ കാര്യം, ഇത് എല്ലാ വിഷയവും ചർച്ച ചെയ്യുന്നത്, ഞാനിങ്ങനെ അങ്ങ് എഴുതുന്നത് ഇത് തന്നെ, വായിക്കുന്നത് തന്നെ ഇത് എത്രയോ തവണയാണ്. അപ്പോൾ ഫ്രീ ആകുമ്പോൾ ദുരന്തർ കാണണേ മനു എന്നോട് പറയുന്നു. നല്ല നാഷണലിസ്റ്റ് സിനിമയാണ് എന്ന് എന്നോട് പറയുന്നുണ്ട്. ഞാൻ ദുരന്തറിൻ്റെ പാർട്ട് 1 കണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പാർട്ട് 2 വരുമ്പോൾ ഞാനൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നു പത്തനംതിട്ടയിൽ. അനിയൻകുട്ടൻ നമ്മുടെ കോൺഗ്രസ്സുകാരൻ. നിങ്ങളുടെ പാർട്ടി വിപ്പ് കൊടുത്തിട്ട് പല ആളുകളും അതുപോലെ ഒന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ അനിയൻകുട്ട. ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം സാറിന് അറിയത്തില്ലേ? ഞങ്ങളൊരു കള്ളത്തരം ചെയ്ത് കഴിഞ്ഞാൽ പൊന്നുപോലാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഈ ACC അധ്യക്ഷനാന്ന് പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ, അദ്ദേഹം വിപ്പ് കൊടുത്തേച്ച് ഇങ്ങോട്ട് മാറി നിൽക്കേ ഉള്ളൂ. ഞങ്ങൾ നോക്കും. അത് അത്ര പാർട്ടിയായത്. പക്ഷേ ഞാൻ അതല്ല പറയാൻ വരുന്നത്. ഈ അയോധ്യക്കുള്ള നടന്നിട്ട് 1 മാസമായി. നിങ്ങൾ എന്തുകൊണ്ട് ഇതായിട്ടും അതെടുത്തില്ല? മുമ്പ് സാർ അത് പറഞ്ഞ് ഞാൻ കേട്ടത്. എന്തുകൊണ്ട് ആ വിഷയം നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്നില്ല? എനിക്ക് അതിനൊരു ഉത്തരം. എന്താണ് അങ്ങേക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞു. അല്ല, ഞാൻ ചർച്ച ചെയ്യാതെ ഞാൻ പറയണമെന്നില്ലല്ലോ. അങ്ങേക്ക് എന്തോ പറയാനുണ്ടെന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങ് പറഞ്ഞു. ഞാൻ കേൾക്കാം. എന്താ അങ്ങേക്ക് പറയാനുള്ളത്? അയോധ്യയിൽ എന്താ പറയാ? കഴിഞ്ഞ 10 വർഷം ഇവിടെ LDF ഭരിച്ചു. അതാണ് അയോധ്യയിൽ ഇപ്പൊ എന്തോ പറയേണ്ടത്. ഇതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലല്ലേ ഞാൻ പറയേണ്ടത്. 1 മാസമായിട്ട് ഈ അയോധ്യക്കുള്ള പറഞ്ഞ ഏറ്റവും വലിയ കൊള്ളയാണ്. ഏറ്റവും രാജ്യത്തെ രാജരോഗ കുറ്റം തന്നെയുള്ള. ആരെങ്കിലും അത് അങ്ങനെയല്ല എന്ന് അല്ല അനിയൻകുട്ടൻ ഞാൻ ചോദിക്കുന്നത്. നടത്താനോ പ്രേക്ഷകരോട് വിളിച്ചു പറയാനോ നിങ്ങൾ ഞാൻ ചോദിക്കുന്നത്, അതിൽ ആരെങ്കിലും അങ്ങനെയല്ല എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, 100 പേരുണ്ട്. ഇപ്പൊ തന്നെ ഓരോരുത്തർ ചോദിച്ചില്ലേ അയോധ്യക്കുള്ള നല്ലതാണെന്ന് പറയുന്നവരുണ്ടോ? നല്ലതല്ലെന്ന് പറയാം. നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളിപ്പോ ഈ കൊണ്ടുവരാനെന്നിരിക്കുന്നത് അവരെ പിടിച്ചില്ലേ? നിങ്ങളത് 2 ഭാഷയിലും ചർച്ചയിലേക്ക് കൊണ്ടുവരണം. ഞാൻ ചോദിക്കുന്നത് ഇത് ഞാൻ അനിയൻകുട്ട അത് അങ്ങേക്ക് ഒന്നും കൂടി ഞാൻ വിശദീകരിച്ചു തരാം. ഇത് ഒരു സംഭവം നടന്നാൽ അതിൽ 2 പക്ഷം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ അങ്ങ് പറയുന്നത് അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലായി. അല്ല, ഇതിലിപ്പോ അല്ല അങ്ങ് പറയുന്നത് എന്താ? പിന്നെ അതിലെങ്ങനെയാ ചർച്ച ഉണ്ടാകുക? എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെങ്കിൽ പിന്നെ എന്ത് ചർച്ചയുള്ളത്? അതില് ചർച്ച എന്തിനാ ചെയ്യുന്നത്? 2 അഭിപ്രായം ഉണ്ടാകുമ്പോഴല്ലേ ചർച്ച ചെയ്യുന്നത്. അയോധ്യയിൽ മോഷണം നടന്നത് നല്ലതാണെന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? നല്ലതല്ല. അത് ജനങ്ങളെ അറിയിക്കണം. നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് കൊണ്ടുവരുന്നത് ഞാൻ ഇന്നത് അത് കൊണ്ടുവരുന്നത്. ഇത് അങ്ങ് പറഞ്ഞെടുത്തതിന് ഞാൻ ചോദിക്കുന്നത്, ഇത് അങ്ങക്ക് ഇത് ഞാൻ പറയുന്നത് കേൾക്കാമോ? മനസ്സിലാവുന്നുണ്ടോ? ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനാ? 2 അഭിപ്രായം ഉണ്ടാകുമ്പോഴല്ലേ. ഈ അയോധ്യയിലെ ആ ഡ്രൈവർ മോഷണം നടത്തിയത് നല്ലതാണെന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? അതല്ലേ ചോദിക്കും. നിങ്ങളത് കൊണ്ടുവരുന്നെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെയാണ് അത് കൊണ്ടുവരാം? അത് വാർത്ത കൊടുക്കുന്നുണ്ട്. ചർച്ച ചെയ്യാന്ന് പറയുമ്പോൾ 2 അഭിപ്രായം വേണ്ടേ? ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു ചർച്ച ചെയ്യുന്നതിൽ നിന്ന് അനിയൻകുട്ടന് ഒരു അഭിപ്രായമുണ്ട്, എനിക്കൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണല്ലോ ചർച്ച ആവശ്യം വരുന്നത്. നമുക്ക് 2 ഒരു അഭിപ്രായം ആണെങ്കിൽ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങക്ക് ഇതെന്താ ആവശ്യം? അങ്ങക്കൊരു താല്പര്യമുണ്ട്. ആ താല്പര്യം പറയണമെങ്കിൽ എനിക്ക് അതിനുള്ള തെളിവ് വേണ്ടേ? എനിക്കതിപ്പോ നമ്മുടെ ശബരിമല ഇഷ്യൂ വന്നു, അതിൽ സ്വാഭാവികമായി അതിൽ നേതാക്കൾ ഇൻവോൾവ് ആകുമ്പോഴാണ് നമ്മൾ ആ വിഷയം ഗൗരവമായി എടുക്കുന്നത്. ഒരാളിപ്പോൾ ഒരു അക്രമം ചെയ്തു,
അതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ചെന്താമര എന്ന ഒരാൾ 2 മനുഷ്യരെ വെട്ടിക്കൊന്നു, അതിലെന്താ ചർച്ച ചെയ്യാനുള്ളത്? അത് തെറ്റാണ്, അയാൾക്ക് അങ്ങേയറ്റത്തെ ശിക്ഷ കൊടുക്കണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ചർച്ച ചെയ്യാനൊന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പാർലമെന്റ് സമ്മേളനം തുടങ്ങിയിട്ട് പോലും ഇത്രയും ദിവസമായിട്ട് നിങ്ങൾക്ക് അത് ഒരു അക്ഷരം മിണ്ടാൻ ഇന്ന് പല പ്രശ്നങ്ങളും ചോദിച്ചപ്പോഴും ഞാൻ ഇത് തന്നെ ചോദിക്കാൻ വേണ്ടി തന്നെ പാർലമെന്റ് സമ്മേളനത്തിൽ എന്തെങ്കിലും നടക്കട്ടെ, അവിടെ ബഹളം വെച്ചു, അവർ പിരിഞ്ഞു പോയി. ഇതിലെന്താ ഞാൻ ചർച്ച ചെയ്യേണ്ടത്? അങ്ങയോട് ഞാൻ പറയാണ്, എന്റെ അനിയൻകുട്ട, ഞാൻ അല്ല നിക്ക് ഒരു മിനിറ്റ് ഇത് കേൾക്കുന്നേ. ഇത് ഞാൻ അങ്ങയ്ക്ക് അവസരം തരികയാണ്. അങ്ങയ്ക്ക് എന്ത് വിഷയമാണ് അങ്ങയ്ക്ക് ഞാൻ മറച്ചു വെച്ചു എന്നുള്ള അങ്ങയ്ക്ക് തുറന്നു പറയാം. കണ്ട, ഇത് അങ്ങ് എന്നെ കുറ്റപ്പെടുത്തുന്ന നിർത്തിയിട്ട് അങ്ങയ്ക്ക് എന്ത് വിഷയമാണ് പറയാനുള്ള അങ്ങ് തുറന്നു പറഞ്ഞു. ക്ഷേത്രം കൊള്ളയടിച്ചു. അതിപ്പോ പുതിയൊരു കാര്യമാണ്. അങ്ങ് പറഞ്ഞു, ഇത്രയല്ലേ ഉള്ളൂ. ഇത് തന്നെയല്ലേ വിളിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വരിയല്ലേ പറയാനുള്ളൂ. പക്ഷെ നിങ്ങളത് അത് മുഖവിലേക്ക് എടുക്കുന്ന പോലുമില്ല. മുഖവിലേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞല്ലോ, ഇത് മുഖവിലേക്ക് എടുത്തത് കൊണ്ടല്ലേ ഞാൻ ഇത് അങ്ങ് ഞാൻ പറയുന്നത് മുഖവിലേക്ക് എടുക്കാതിരുന്നാൽ അനിയൻകുട്ടാ, ഞാൻ പറയുന്നത് മുഖവിലേക്ക് എടുക്കാതിരുന്നാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ചോദിക്കുന്നത് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങ് പറഞ്ഞു. അതിലെന്താണ് അങ്ങക്ക് എന്താ പറയാനുള്ളത്? അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ എന്താണ് അങ്ങക്ക് പറയാനുള്ളത്? അയോധ്യ ക്ഷേത്രക്കൊള്ള ഇത്ര ദിവസമായിട്ടും അതല്ലല്ലോ, അതില് അതെടുത്ത് ഇപ്പൊ ഞാൻ ഈ സമയം ആ വിഷയം എടുക്കാന്ന് വിചാരിക്കുക. അങ്ങക്ക് എന്താ പറയാനുള്ളത്? ഞാനത് പറയാൻ പറ്റുന്നേ. അയോധ്യ ക്ഷേത്രക്കൊള്ള ഇത്ര ദിവസമായിട്ടും നിങ്ങളെല്ലാരും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കോൺഗ്രസിനെയാണ് ആക്രമിക്കുന്നത്. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ വളഞ്ഞിട്ട് കോൺഗ്രസിനെയാണ് ആക്രമിക്കുന്നത്. ശരി, നന്നായി, നല്ല നമസ്കാരം. എനിക്ക് ഇതിനാണെങ്കിൽ സമയമില്ല, വേറൊരു പ്രശ്നം കുടിക്കും. നാരായണൻ ഒറ്റ വരി നിർത്തണം, സാറേ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഈ അനിയൻകുട്ടനെ നിങ്ങൾ ഇങ്ങനെ കൊന്ന് കൈ കൊടുക്കല്ലോ സാറിന്റെ. അനിയൻകുട്ടൻ പാവം, എനിക്ക് വേണ്ടപ്പെട്ട ആളാ, അതുകൊണ്ട് സാറേ കോൺഗ്രസ്സുകാരന്റെ പറയുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ഇത് കണ്ടില്ലേ? കോൺഗ്രസ്സുകാരൻ വളരെ ഇത് തുറന്നു കൊടുത്ത ആരാ പോലും ഈ അയോധ്യ ക്ഷേത്രം തുറന്നു കൊടുത്ത ഈ കോൺഗ്രസ്സുകാരല്ലേ? പിന്നെ അതിന് ആ വിഷയം മാറ്റുന്നത്. പക്ഷെ പഞ്ചായത്ത് നമ്മളെ വിഷയം അതാണ്. പഞ്ചായത്ത് നിർത്തി ഞാൻ നിർത്തിയല്ല. പഞ്ചായത്ത് ആകുമ്പോൾ അത് ആർക്കും അത് മാറ്റാൻ കഴിയില്ല. അത് ഈ വ്യവസ്ഥിതി മാറാതെ ആ വ്യവസ്ഥിതി അതൊന്നും ശരിയാവും തോന്നില്ല. കാരണം അത് അങ്ങനെ തീർന്നു പോയി. അത് അത്രയും. അപ്പൊ ശ്രീ നാരായണൻ, നമുക്ക് ഒരു ദിവസം അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, അങ്ങ് മറ്റൊരു ദിവസം വിളിക്കും, കുറെ കൂടെ കാര്യങ്ങൾ സംസാരിക്കാം. വളരെ നന്ദി, കിട്ടിയതിന് വളരെ നന്ദി. നമ്മുടെ ശ്രീ ദാസനെ കാണുന്നില്ല, അദ്ദേഹം അവിടത്തുകാരനാണ്. അങ്ങ് കണ്ടപ്പോഴാണ് ഞാൻ ശ്രീ ദാസിനെ ഓർത്തത്. ഏതായാലും വളരെ നന്ദി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ശ്രീ ദാസിന് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഞാൻ മറന്നിട്ടില്ല, ഓർക്കണം. അപ്പോൾ ഈ വിഷയം ഞാൻ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. ജനങ്ങൾ ഈ വിഷയം എങ്ങനെയാണ് കാണുന്നത്? പാലാ നഗരസഭയിൽ അധ്യക്ഷയെ പുറത്താക്കിയ നടപടി ശരിയാണോ എന്ന ചോദ്യത്തിന് 63% ആളുകൾ യെസ് എന്നാണ് പറയുന്നത്. ഓക്കെ, 37% ആളുകൾ നോ എന്നാണ് പറയുന്നത്. ഏതായാലും ഈ ജനങ്ങൾ രാഷ്ട്രീയക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കൂറുമാറ്റങ്ങളോ അധികാര നാടകങ്ങളോ അല്ല. വികസനവും സ്ഥിരതയും ഉത്തരവാദിത്വമുള്ള ഭരണവുമാണ് ഓരോ തദ്ദേശ സ്ഥാപനത്തിലെ പ്രതിനിധിയും ജനപ്രതിനിധിയും പാലിക്കേണ്ടത്. ഉയർന്ന രാഷ്ട്രീയ ധാർമ്മികതയും പൊതു പ്രതിബദ്ധതയും പുലർത്താൻ അവർ തയ്യാറാകണം. രാഷ്ട്രീയ ജനസേവനത്തിനുള്ള ഒരു വേദിയാണ് എന്നവർ മനസ്സിലാക്കണം. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തോടുള്ള ആദരവ് നഷ്ടപ്പെടും, വിശ്വാസം നഷ്ടപ്പെടും. അതോടൊപ്പം ജനാധിപത്യ പ്രക്രിയകളോടുള്ള താല്പര്യം തന്നെ അവർക്ക് നഷ്ടപ്പെടും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിൻ്റെ ആദ്യ പാഠശാലകളാണെന്ന് നമ്മൾ ഓർക്കണം. ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ സമീപിക്കുന്ന ഭരണ സംവിധാനവും അതാണെന്ന് ഓർക്കണം. അവിടെ നടക്കുന്ന ഓരോ രാഷ്ട്രീയ നീക്കവും ജനങ്ങളുടെ വിശ്വാസത്തെയും ജനാധിപത്യത്തിൻ്റെ ഗുണനിലവാരത്തെയും നേരിട്ട് സ്വാധീനിക്കും. അപ്പോൾ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരാം. നന്ദി.